പൊതുവേ നമ്മളൊക്കെ ധാരണ എന്താണെന്ന് വെച്ചാൽ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് പൊതുവേ നമ്മുടെ ധാരണ. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ചെറിയ മുതൽ മുടക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണെന്നുള്ളത് മനസ്സിലാക്കി അങ്ങനെ ഒരു ഫുൾ ടൈം കരിയർ ഏറ്റെടുത്ത് ചെയ്യുന്നതിലേക്ക് മാറാൻ പറ്റിയ ഒരു മേഖലയാണെന്നൊക്കെ ശരിക്കും ഇതിന്റെ ട്രെയിനിങ്ങിലും മീറ്റിംഗിലും പോയപ്പോഴാണ് ശരിക്കും മനസ്സിലാക്കുന്നത്. ശരിക്കും ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ മേഖല ശരിക്കും ആ ഒരു ട്രെയിനിങ് പോയപ്പോൾ ട്രഡീഷണൽ മാർക്കറ്റിംഗ് തമ്മിൽ ചെറിയൊരു വ്യത്യാസവും. ട്രഡീഷണൽ മാർക്കറ്റിംഗ് ലക്ഷങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, പക്ഷെ ഡയറക്ട് സെല്ലിംഗ് എന്ത് ചെയ്യാൻ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. അതാണ് അത് തമ്മിലൊരു വ്യത്യാസം. പക്ഷെ ചെയ്യുന്ന രീതിയൊക്കെ ഒന്ന് തന്നെയാണ്. ഇടനിലക്കാരെയും പരസ്യക്കാരും ഒഴിവാക്കിയിട്ട് അവർക്ക് കിട്ടുന്ന ലാഭം ഏതൊരു ഉൽപ്പന്നത്തിന്റെയും ഏകദേശം 40 to 60% പോകുന്ന ഇടനിലക്കാർക്കും പരസ്യക്കാർക്കാണ്. ആ ഒരു ലാഭം നമ്മളെ പോലത്തെ സാധാരണക്കാരെ ഡിസ്ട്രിബ്യൂട്ടർ കയ്യിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മേഖലയാണെന്ന് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളതാണ് ശരിക്കും ആ ട്രെയിനിങ് മനസ്സിലായത്. അങ്ങനെ അവിടുന്ന് അങ്ങോട്ട് ഫുൾ ടൈം ഏറ്റെടുത്തു. മൈലേജ് സ്റ്റൈൽ എന്താണെന്ന് അവിടുന്ന് മനസ്സിലാക്കി. മൈലേജ് സ്റ്റൈൽ എന്ന് പറഞ്ഞ കമ്പനിന്റെ പ്രൊഫൈൽ എന്താണെന്ന് മനസ്സിലാക്കി. ശരിക്കും ഒരു ഡയറക്ട് സെല്ലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഈ ഡയറക്ട് സെല്ലിംഗിൽ നമ്മൾ പിന്നെ ഏറ്റവും നല്ല കമ്പനി ചൂസ് ചെയ്യണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോ ശരിക്കും ഇതിന്റെ ട്രെയിനിങ് മീറ്റിംഗ് കൂടെ ശരിക്കും നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്. ശരിക്കും നമ്മൾ ആക്റ്റീവ് രംഗത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അത് അവിടെ നിന്നാണ് ശരിക്കും ആക്റ്റീവ് പാസീവ് ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് ശരിക്കും ആ ഒരു ട്രെയിനിങ്ങിലാണ്. പല ആൾക്കാർ നമ്മളെപ്പോലെ എല്ലാവർക്കും തന്നെയായിരിക്കും, ആരും ഇത് പഠിച്ചിട്ടില്ല കടന്നുണ്ട്. പക്ഷെ ഞാൻ അതേപോലെ തന്നെ ഇതിന് ട്രെയിനിങ് പോയപ്പോൾ ശരിക്കും ആക്റ്റീവ് ഇൻകം നമ്മൾ എല്ലാവരും നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന മുൻകാലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖല നമ്മളൊരു ആക്റ്റീവ് ആയിരിക്കും മാത്രം വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണെങ്കിൽ ശരി ഡയറക്ട് ഇൻകം നമുക്ക് പാസീവ് ഇൻകം നമ്മുടെ പ്രസൻസ് ഇല്ലെങ്കിലും അതാണ് ശരിക്കും നമ്മൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഫ്രാഞ്ചൈസി ബേസ് ചെയ്യുന്ന ആൾക്കാരെ പല വലിയൊരു ബിസിനസ്സാണ്. ചെറിയ ബിസിനസ് നമ്മൾ കണ്ടു പരിചയമുള്ളൂ. വലിയ ബിസിനസ് മലബാർ ഗോൾഡ്, മാരുതി സുസുക്കി ഒക്കെ ശരിക്കും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടി ഒരുപടി ഫ്രാഞ്ചൈസി ബേസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ നമ്മളൊക്കെ ചെയ്യുന്ന ബിസിനസ് പറഞ്ഞാൽ ചെറിയ 1-2 ഷോപ്പ് ഇട്ട് മാത്രം ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ 10-5 അല്ലെ 10-20 ഫ്രാഞ്ചൈസി വേണം, എന്ത് ചെയ്യണം, ലക്ഷങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് വേണം. പക്ഷെ ഇവിടെ എന്ത് വേണ്ട, ഡയറക്ട് സെല്ലിംഗ് നമുക്ക് ഇഷ്ടംപോലെ ഫ്രാഞ്ചൈസി ഓപ്പൺ ചെയ്യാം. നമ്മള് ഇവിടുന്ന് പീപ്പിൾ ഫ്രാഞ്ചൈസി ചെയ്യാം, വ്യക്തികൾക്ക് എന്ത് ചെയ്യുക ഫ്രാഞ്ചൈസി കൊടുത്തുകൊണ്ട് ആ വ്യക്തികളെ ഫ്രാഞ്ചൈസി ബേസ് ചെയ്ത് ചെയ്യുന്നതാണ് ശരിക്കും എനിക്ക് ആ ട്രെയിനിങ്ങിലും മീറ്റിംഗിലും മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പൊ അങ്ങനെ നമ്മളെ ഒരു ടൈം ശരിക്കും നമ്മൾ എടുക്കുന്ന ടൈം നമ്മൾ ഉപയോഗിക്കുന്ന ടൈം പരമാവധി നമ്മളൊക്കെ ഒരു മേഖലയിൽ നമ്മൾ എഫേർട്ട് ഇടുകയാണെങ്കിൽ നമ്മൾ പരമാവധി ഒരു 16-20 മണിക്കൂറൊക്കെ നമുക്ക് പരമാവധി പോയാൽ തന്നെ എഫേർട്ട്. നമ്മൾ ഗൾഫിൽ പോകുന്ന ആൾക്കാരെങ്കിൽ എന്ത് ചെയ്യും, ഒരു 10-20 മണിക്കൂറൊക്കെ പണിയെടുക്കും. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ സാധാരണക്കാരൊക്കെ ചെയ്യുന്ന വെച്ചാൽ 8 അല്ലെ 10-12 മണിക്കൂറൊക്കെ പണിയെടുക്കുന്നത്. ആ ഒരു വർക്കിംഗ് അവർ മാത്രമേ ശരിക്കും നമ്മളെ ബിസിനസ് നമ്മളെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്നുള്ളൂ. അങ്ങനെ ഒരു ദിവസം 12 മണിക്കൂർ 20 മണിക്കൂർ മറ്റുള്ള ടൈം മാറ്റി വെക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഒരു 12 മണിക്കൂർ കിട്ടുന്ന എഫേർട്ട് ഏണിംഗ് മാത്രമേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. പക്ഷെ ഡയറക്ട് സെല്ലിംഗ് അതല്ല. നമ്മളെ 12 മണിക്കൂർ അല്ലെ നമ്മൾ 10-12 മണിക്കൂർ നമ്മൾ മാറ്റി വെക്കുകയും അതേപോലെ മറ്റുള്ളവരുടെ വർക്കിംഗ് അവർ നമ്മൾ വർക്കിംഗ് അവർ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവർ വർക്കിംഗ് അവർ നമുക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും സുന്ദരമായ ഒരു പ്ലാനാണ് ശരിക്കും നമ്മൾ ശരിക്കും ഒരു മൈലേജ് മാർക്കറ്റിംഗ് ശരിക്കും നമുക്ക് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ശരിക്കും ഒരു ഡയറക്ട് സെല്ലിംഗ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതാണ് ശരിക്കും നമ്മൾ പല ആൾക്കാർക്കും പറ്റുന്ന അവസ്ഥ എന്ന് വെച്ചാൽ ആരൊക്കെ ചെയ്യുന്നില്ല, ഈ ഒരു ഇത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയുന്നില്ല. ശരിക്കും നമ്മൾ പല ആൾക്കാരും ശരിക്ക് എന്ത് ചെയ്യണം, ഒരു കമ്പനി ചൂസ് ചെയ്യുമ്പോൾ പല ആൾക്കാർക്കുള്ള പ്രശ്നം വെച്ചാൽ ഈ മേഖലയിൽ ഓൾറെഡി നിയമങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ചെയ്യുന്നുണ്ട് പല കള്ള നാണയങ്ങളും ഇതിൻ്റെ ഉള്ളിൽ കൂടി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല യൂണിയനും ശക്തമായിട്ട് ഇടപെടുന്നൊക്കെ ഉണ്ടെങ്കിലും ഇതിലൊരു കള്ള നാണയങ്ങളുടെ ഒരു ഇപ്പോഴും ഉണ്ട്. ചില സ്ഥലത്തൊക്കെ ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മളെ കൂടെ വരുന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം, ഇനിയല്ല നമ്മളെ ചുറ്റുപാടുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് ഡയറക്ട് സെല്ലിംഗ് എന്നും ഈ കമ്പനി ഏറ്റവും നല്ല കമ്പനി എങ്ങനെ ചൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അവരുമായിട്ട് എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ ഒരു ടീമിനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ശരിക്കും നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു കമ്പനിന്റെ പ്രൊഫൈല്. പല കമ്പനികളുണ്ട്, പല കമ്പനികളും ശരിക്കും എന്താ വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എന്റെ അടുത്ത് വന്ന പല കമ്പനികളും 5-6 അല്ലെ 1 വർഷമൊക്കെ പ്രവർത്തിച്ചിട്ട് പല ആൾക്കാരെ പറ്റിച്ചു പോയ ഇഷ്ടംപോലെ കമ്പനികളുണ്ട്. ശരിക്കും ഇതിന്റെ മാനേജ്മെന്റ്, ഇതിന്റെ പ്രൊഫൈല് ഇതൊക്കെ ശരിക്കും നോക്കണം. ഇത് ഈ മേഖലയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള വ്യക്തികളാണോ ഇതിന്റെ മാനേജ്മെന്റ്. ഇന്ന് ഡയറക്ട് സെല്ലിംഗിൽ ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇപ്പൊ നമ്മളെ ഈ ആയുർവേദ പ്ലാറ്റ്ഫോമിൽ നമ്മളിപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്ന വെൽനസ് ഈ ഒരു കാറ്റഗറിയിൽ ശരിക്കും ഒരു 14 വർഷത്തോളം പ്രവൃത്തി പരിചയമുള്ള ഒരു കമ്പനിയാണ്. 14-15 വർഷവും അതിന് മുൻപ് തന്നെ ശരിക്കും ഈ കമ്പനിക്ക് ഡയറക്ട് സെല്ലിംഗ് 10-20 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ, വ്യക്തമായിട്ട് പഠിച്ച് ആ രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം പ്രൊഫൈൽ വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ഫിനാൻഷ്യലി സൗണ്ടായ ഒരു മാനേജ്മെന്റ് ആണ്
അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രത്യേകത ഓൾറെഡി നമ്മുടെ കമ്പനിക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ ഏതൊരു കമ്പനി സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരാൾക്കാരോട് സംസാരിക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഏറ്റവും നല്ല പ്രൊഫൈലുള്ള കമ്പനി ആണോ എന്നുള്ളത് ആദ്യം നമ്മൾ നോക്കേണ്ടത്. മറ്റൊന്ന് നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ ഇതിന്റെ കൊടുക്കുന്ന കമ്പനി കൊടുക്കുന്ന പ്രൊഡക്റ്റുകളാണ്. അതിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ്, നമ്മൾ കൊടുക്കുന്ന മൂല്യമുള്ള, നമ്മൾ ഒരാളോട് ഒരു 10 രൂപ വാങ്ങിക്കഴിഞ്ഞാൽ, ഒരു 1000 രൂപ വാങ്ങിക്കഴിഞ്ഞാൽ, 5000 വാങ്ങിക്കഴിഞ്ഞാൽ, 50,000 വാങ്ങിക്കഴിഞ്ഞാൽ അതിന് മൂല്യമുള്ള പ്രൊഡക്റ്റ് ആണോ കൊടുക്കുന്നത്? ആ രീതിയിൽ അല്ലെങ്കിൽ ശരിക്കും പല കമ്പനികളും ഒരു ഉദാഹരണം പറഞ്ഞാൽ 500 രൂപേന്റെ പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുക? ഒരു പ്രൊഡക്റ്റ് കൊടുക്കുക, അവരെന്താ ചെയ്യുക? പരമാവധി ഓപ്പൺ മാർക്കറ്റിൽ പോയി അന്വേഷിച്ചാലും പരമാവധി 10-100 വരുന്ന പ്രൊഡക്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, രൂപയ്ക്ക് വരുന്ന പ്രൊഡക്റ്റ് ആണ് 500-നും 1000-നും എന്ത് പല കമ്പനികളും മാർക്കറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഓരോ പ്രൊഡക്റ്റും ഓപ്പൺ മാർക്കറ്റ് പ്രൊഡക്റ്റ് താരതമ്യം ചെയ്യുമ്പോൾ ഓപ്പൺ അതേ റേഞ്ച് തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഉൽപ്പന്നമാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ തന്നെ ആയുഷ് പ്രീമിയം മാർക്ക്, ഇന്ന് ഇന്ത്യയിൽ ആയുർവേദത്തിൽ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആയുഷ് പ്രീമിയം മാർക്ക് കിട്ടി, ആയുർവേദത്തിൽ ഈ യോഗയിൽ യുണൈറ്റഡ് സിദ്ധന് കൊടുക്കുന്ന ഏറ്റവും പ്രീമിയം മാർക്ക് കിട്ടി ആയുഷ് പ്രീമിയം പ്രൊഡക്റ്റ് കൊടുക്കുന്ന ഒരു കമ്പനി. അതുകൊണ്ട് പ്രൊഡക്റ്റ് നമ്പർ 1 ആണോ ആ കമ്പനി നമുക്ക് വിജയിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ നിന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് കൊടുക്കുന്ന കമ്പനിയാണ് നമ്മുടെ MIDC മാർക്കറ്റിംഗ് കമ്പനി. മറ്റൊന്ന് നമ്മൾ അതിന്റെ പ്ലാനാണ്. പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കൂടെ വരുന്ന ആൾക്കാരെ പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ ഇതിന്റെ ലാഭം എത്ര ആൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ കൃത്യമായിട്ട് പഠിച്ചിട്ട് കൃത്യമായ രീതിയിൽ ഡിവൈഡ്, കൂടുതൽ ലാഭം കൂടുതൽ പൈസ ഒന്നും കൊടുക്കുന്നില്ല. ചില കമ്പനികളോട് പറയാ 2 സെയിൽസ് എടുത്തു കഴിഞ്ഞാൽ 2000-3000 ഒക്കെ ലാഭം കൂടും. 5000 2 സെയിൽസ് എടുത്താൽ 2000 ഒക്കെ പെയർ മാച്ച് കൊടുക്കുന്ന കമ്പനികളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ അധികകാലമല്ല, മുൻപ് പ്രവർത്തിച്ച അതൊന്നും അധികകാലം ആ ഒരു കമ്പനി നിലനിന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഏറ്റവും കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് കൃത്യമായി ലാഭവിഹിതം കൊടുക്കുന്ന ഇന്ന് ഇന്ത്യയിലെ അതിന് ഡിസ്ട്രിബ്യൂട്ടർക്ക് പ്രാധാന്യം, കമ്പനി ഓവർ ലാഭം എടുക്കുന്നില്ല. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു പ്ലാൻ, ഹൈബ്രിഡ് ബൈനറിയിലുള്ള പ്ലാന് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മളെ MIDC മാർക്കറ്റിംഗ്. അതിന്റെ മറ്റൊരു പിന്നെ ഇതിന്റെ പ്രൊമോഷൻ സിസ്റ്റം അത് വേണമല്ലോ. ഇപ്പൊ ഞാൻ പറയാന്ന്, പിന്നെ ഈ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്, അപ്പൊ നമ്മളെ കൂടെ ഇതിന്റെ ഇഷ്ടംപോലെ ആൾക്കാർ എന്ത് ചെയ്യും, ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യും. അപ്പോൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളെ ലീഡേഴ്സ്, നമ്മളെ പരിചയപ്പെടുത്തിയ വ്യക്തി എന്ത് ചെയ്യും, ഈ ബിസിനസ് നമ്മളെ കൂടെ ഉണ്ടാക്കിയോ നിർബന്ധമൊന്നുമില്ല. എന്നെ പരിചയപ്പെടുത്തിയ വ്യക്തി ഈ ബിസിനസ്സിലില്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിലപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ വ്യക്തി ഈ ബിസിനസ് ഉണ്ടാക്കിക്കണമെന്ന് 100% ഗ്യാരണ്ടി ഒന്നുമില്ല. പക്ഷേ നമ്മൾ പരിചയപ്പെടുത്തിയ വ്യക്തി ഇല്ലെങ്കിലും ഇത് പ്രാവർത്തികമാക്കാനില്ല, ഇതിനെപ്പറ്റി പഠിക്കുക. തുടക്കത്തിൽ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ ബിസിനസ് ഫുൾ ടൈം ആയി ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടോ സ്വന്തമായിട്ടോ ചെയ്യാൻ പറ്റുന്ന 100% ഗ്യാരണ്ടിയാണ്. ഇത് വ്യക്തമായിട്ട് പഠിച്ച് ഇതിന്റെ ട്രെയിനിങ് മീറ്റിംഗ് പഠിച്ചിട്ട് ലീഡേഴ്സിന്റെ സപ്പോർട്ടോടെ ചെയ്യേണ്ട ബിസിനസ് ആണ്. ഇവിടെ വേറൊരു മേഖലയില്ല. ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ ലീഡേഴ്സ് എന്താണോ ചെയ്യുന്നത് അത് നമ്മൾ ഏറ്റെടുത്ത് ചെയ്താൽ മാത്രം മതി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമ്മളെ പരിചയപ്പെടുത്തിയ വ്യക്തി ഇല്ലെങ്കിൽ പോലും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം, ഒരു പ്രൊമോഷൻ സിസ്റ്റം ഓൾറെഡി നമ്മുടെ കമ്പനിക്ക് ഉണ്ട്. ഒരു എഡ്യൂക്കേഷൻ വിങ് തന്നെ നമ്മുടെ കമ്പനിക്ക് ഉണ്ട്. സ്വന്തമായിട്ട് GTS സെന്റർ കമ്പനി, കോഴിക്കോട് നടത്തുന്ന GTS സെന്റർ സ്വന്തമായിട്ട് കമ്പനി നടത്തണം. മറ്റേ താമരശ്ശേരി അതേപോലെ തന്നെ പാലശ്ശേരിയോ അതുപോലെ കൊച്ചിയുടെ പറഞ്ഞ പ്രോഗ്രാം ചിലപ്പോൾ എന്ത് ചെയ്യും ലീഡേഴ്സ് നടത്തുന്നതാണെങ്കിലും കമ്പനി ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ പ്രോഗ്രാംസ് ഉണ്ട്, കമ്പനി ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുക നടത്താനുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ഏറ്റവും നല്ല പ്രൊമോഷൻ സിസ്റ്റം നമ്മുടെ കമ്പനിക്ക് ഉണ്ട്. ഹാർവെസ്റ്റ് സക്സസ് എഡ്യൂക്കേഷൻ വിങ് പോലും ഇന്ന് ഡയറക്ട് സെല്ലിംഗിൽ എഡ്യൂക്കേഷൻ വിങ്ങുള്ള ഒരു കമ്പനി ഇന്ന് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പഠിപ്പിക്കാനൊരു വിങ്, ആ രീതിയിലുള്ള ഏറ്റവും നല്ല സപ്പോർട്ട് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അങ്ങനെ ഈ ഒരു കമ്പനി എന്താണെന്ന് വെച്ചാൽ പ്രൊമോഷൻ നമ്പർ 1. പിന്നെ മറ്റൊന്ന് ലീഡേഴ്സ് ആണ്. ഇപ്പൊ നമ്മൾ പല കമ്പനികളിലും എടുത്തു നോക്കുകയാണെങ്കിൽ മറ്റുള്ള കമ്പനികൾ പല കാലം പ്രവർത്തിച്ചിട്ട്, അല്ലെങ്കിൽ മറ്റുള്ള പല ആൾക്കാരെ പല ടൈമിലും പറ്റിച്ചിട്ട്, പല കമ്പനിയിലും സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടും, അതല്ലെങ്കിൽ പിന്നെ മണി ചെയിനിലൊക്കെ പ്രവർത്തിച്ച പല ലീഡർമാർ, അല്ലെങ്കിൽ കുറച്ചു കാലം ഒരു കമ്പനി പ്രവർത്തിച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് മാറി പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് പല ലീഡേഴ്സ് നമ്മൾ കാണാൻ പറ്റും. പക്ഷെ നമ്മളെ MIDC മാർക്കറ്റിംഗ് കമ്പനി ഇന്ന് ഏറ്റവും നന്നായിട്ട് കൃത്യമായിട്ട് കമ്പനി പറയുന്ന റൂളിൽ പ്രവർത്തിക്കുന്ന ലീഡേഴ്സാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പല കമ്പനിയും ലീഡേഴ്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ലീഡേഴ്സ് സ്വന്തം നിലയ്ക്ക് പ്രവർത്തിച്ചു പോകും. MIDC പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത്, ഈ 8 വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് വെച്ചാൽ കമ്പനി വ്യക്തമായിട്ട് നിയന്ത്രണമുള്ള ലീഡേഴ്സാണ് ഈ കമ്പനി ഉള്ളത്. അതായത് ഒത്തിരി പ്രത്യേകത. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഒരു കമ്പനിക്ക് നിലനിൽക്കാൻ പറ്റൂ. അങ്ങനെ 2-3 കമ്പനികൾ വേറെ ഉണ്ട് കേട്ടോ, നമ്മുടെ കമ്പനി മാത്രമൊന്നല്ല. ഇപ്പോൾ ഓൾറെഡി ഇപ്പം മറ്റുള്ള ഡയറക്ട് സെല്ലിംഗിൽ മറ്റുള്ള കമ്പനികളിൽ 2-3 കമ്പനികൾ, അതേപോലെ തന്നെ മാനേജ്മെന്റ് നിയന്ത്രിക്കുന്ന കമ്പനി വേറെ ഉണ്ട്. അതുകൊണ്ടാണ് ഇതുപോലുള്ള കമ്പനികളുടെ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ മാനേജ്മെന്റ് നിയന്ത്രിക്കാണ്ട് ലീഡേഴ്സ് നിയന്ത്രിക്കുന്ന കമ്പനിയാണെങ്കിൽ ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല, അധികാലം മുന്നോട്ട് പോകില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നേരിട്ട് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് അത് പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കപ്പാസിറ്റി ഒരു കമ്പനിയാണ്. അങ്ങനെയുള്ള ഏറ്റവും നല്ല ഏറ്റവും ക്വാളിറ്റിയുള്ള ലീഡേഴ്സാണ് നമ്മൾ ലീഡേഴ്സ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കമ്പനി. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന്, ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ആയിരിക്കണം, ഏറ്റവും നല്ല പ്രൊഫൈൽ ആയിരിക്കണം, ഏറ്റവും നല്ല പ്ലാൻ ആയിരിക്കണം, നല്ല പ്രൊമോഷൻ സിസ്റ്റം ആയിരിക്കണം, അതേപോലെ തന്നെ എന്ത് ചെയ്യണം, ഏറ്റവും നല്ല എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞ ഏറ്റവും നല്ല ലീഡേഴ്സ്. ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ളത് കമ്പനികൾ മാത്രമേ ഇന്ന് ഡയറക്ട് സെല്ലിംഗിൽ പിടിച്ചു നിൽക്കുന്ന മനസ്സിലാക്കുന്നത്. അതാണ് നമ്മളെ കമ്പനി
ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ കാര്യങ്ങൾ എന്ത് ചെയ്ത് ഇതിന്റെ ട്രെയിനിങ്ങിലും മീറ്റിങ്ങിലും പഠിച്ചത് കൊണ്ടാണ് ഈ ഒരു മേഖല എനിക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതും ഞാൻ അവിടെ നിന്ന് പഠിച്ചു. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓൾറെഡി എന്ത് ചെയ്യാം, ഞാൻ പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ. പല മീറ്റിംഗും ട്രെയിനിങ്ങിലും പോയി പഠിച്ച കാര്യങ്ങളാണ് ഞാൻ ഇങ്ങോട്ട് ഷെയർ ചെയ്യുന്നത്. അല്ലാണ്ട് ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു കാര്യങ്ങളല്ല. ഞാൻ പല മീറ്റിംഗിലും ട്രെയിനിങ്ങിലും പോയി, എല്ലാ മീറ്റിങ്ങിലും പോയിട്ട് വ്യക്തമായിട്ട് നിങ്ങൾ ആരാണോ ഡയറി നോട്ട് ചെയ്യുന്നത്, എഴുതി വെക്കുന്നത്, നിങ്ങൾ ഏത് ലീഡർമാരെ മീറ്റിംഗ് പോയാലും എന്ത് ചെയ്യും, വ്യക്തമായി ഡയറി നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ടോ, അവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇതേപോലെ പല മീറ്റിംഗും ട്രെയിനിങ്ങും സംസാരിക്കാനുള്ള പോയിന്റുകൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഈ ഡയറിയിൽ ഉണ്ടാവും നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്റെ അടുത്തൊക്കെ ശരിക്കും 10-25 ഡയറി ഉണ്ട്. ഈ 25 ഡയറിയിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളല്ല, വ്യത്യസ്തമായ കാര്യങ്ങൾ ഈ ഡയറിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങളും എന്ത് ചെയ്യുക, ഇതേപോലെ പല മീറ്റിംഗ് പോയാൽ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഈ നോട്ട് ചെയ്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മളിതിൽ പുതിയൊന്നും നമ്മൾ ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല, ഒരു വെള്ളം ചേർക്കണം വേണ്ട ആവശ്യമില്ല. നമ്മൾ ലീഡേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ അത് എന്ത് ചെയ്യുക, അതേപോലെ നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിലാണ്. അപ്പൊ ഇതിൽ ഏറ്റവും വലിയ വ്യക്തി ഡ്യൂപ്ലിക്കേഷൻ ആണ്. ഏറ്റവും വലിയ ഡ്യൂപ്ലിക്കേഷൻ നിർബന്ധമാണ്. ഡ്യൂപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ, ഓൾറെഡി ഇപ്പൊ ഒരു പുതിയ വ്യക്തി നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച് ആദ്യം നമ്മൾ ഓരോരുത്തരും ചെയ്യണമെന്ന് വെച്ചാൽ റീറ്റെയിലിന് വലിയ പ്രാധാന്യം കൊടുക്കണം. ശരിക്കും നമ്മളെ കമ്പനി എന്താണെന്ന് വെച്ചാൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ ലീഡേഴ്സ് ഒരു TC അല്ലെങ്കിൽ ഒരു DTC ZDC എത്തിക്കഴിഞ്ഞാൽ പല ലീഡേഴ്സ് എന്ന് വെച്ചാൽ റീറ്റെയിൽ അങ്ങ് നിർത്തും. ശരിക്കും അതിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഈ കമ്പനി മൂന്ന് ID നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഒരു ലീഡർക്ക് ഏറ്റവും ചുരുങ്ങിയത് 3 ID. നമ്മളെ പേര് തന്നെ ഒരു പാൻ കാർഡിന് 3 ID നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് എത്ര കാലം ബിസിനസ് ചെയ്യുന്നുണ്ടോ അത്രയും കാലം നമ്മൾ റീറ്റെയിലിന് പ്രാധാന്യം കൊടുക്കണം. റീറ്റെയിൽ ഒരു കാരണം വെച്ചാൽ, അതായത് നമ്മുടെ ഉൽപ്പന്നം റീറ്റെയിലിൽ കൂടി മാത്രം എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ റീറ്റെയിൽ ചെയ്യുക, കുറച്ച് ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യുക. അപ്പൊ ഉദാഹരണം, ഒരു പുതിയതായിട്ട് വ്യക്തി വന്ന ഒരു 50,000 ഹോം ഷോപ്പിൽ ഒരു 50,000 പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ പ്രൊഡക്റ്റ് നമ്മൾ 5-10 പേർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്കും മാറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഏറ്റവും നല്ല സുന്ദരമായിട്ട് ഈ ഒരു റീറ്റെയിൽ കൂടി നമുക്ക് ഫസ്റ്റ് റീറ്റെയിൽ. ഇനി റീറ്റെയിൽ ചെയ്ത് കഴിഞ്ഞാലോ, ഒരാൾ ആ ഹോം ഷോപ്പ് എടുത്ത് റീറ്റെയിൽ ചെയ്ത് കഴിഞ്ഞാൽ റീപർച്ചേസിന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ന് പല ആൾക്കാർക്കും പറ്റുന്ന അബദ്ധമാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. പല ആൾക്കും പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം എന്താ വെച്ചാൽ, ഉൽപ്പന്നങ്ങളോ പർച്ചേസ് ഒരു 50,000 സ്റ്റോക്ക് എടുക്കൂ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇതെന്ത് ചെയ്യാൻ ചിലപ്പോൾ 1 ലക്ഷം എടുക്കാൻ സാധ്യതയുണ്ട്. ഇത് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എടുത്തു കഴിഞ്ഞിട്ട് ഇത് വിറ്റിട്ട് എന്ത് ചെയ്യുക, ഈ പൈസക്ക് റീപർച്ചേസ് നടത്തുക. അപ്പൊ അങ്ങനെ റീപർച്ചേസ് നടത്താൻ കൊണ്ടുള്ള പ്രോബ്ലംസ് എന്താ വെച്ചാൽ, ഒരു ഘട്ടം കഴിയുമ്പോൾ എന്ത് ചെയ്യാറിയോ, നമ്മൾ അതിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ടാകുക. ഒരു വർഷം കഴിഞ്ഞിട്ട് 2 വർഷം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളതിൽ ഒറ്റ സ്റ്റോക്ക് ഉണ്ടാകില്ല. പക്ഷെ നമ്മൾ 1 ലക്ഷം റുപ്യന്റെ പ്രൊഡക്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ടാവും, അല്ല 1-2 ലക്ഷം പ്രൊഡക്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ടാവും, ഒരു പ്രൊഡക്റ്റ് കയ്യിലുണ്ടാകില്ല. പക്ഷെ നമ്മൾ ഈ പ്രൊഡക്റ്റ് ഒക്കെ വിറ്റിട്ടുണ്ടാവും. വിറ്റ സാധനത്തിന്റെ പൈസ നമ്മൾ പല രീതിയിൽ നമ്മൾ ചെലവഴിച്ച് പോയിട്ടുണ്ട്. ചിലപ്പോൾ വീട്ടിലെ ആവശ്യത്തിനൊക്കെ നമ്മൾ എടുത്തു പോയിട്ടുണ്ടാവും. വീട്ടിലേക്കുള്ള പല സാധനങ്ങൾ വാങ്ങാനൊക്കെ എന്തെങ്കിലും ഒരു ഹെയർ ഓയിൽ വിറ്റ് ഒരു 300-400 റുപ്യ കിട്ടി. ഈ 400 റുപ്യ ചിലപ്പോൾ നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഈ 400 നമ്മൾ ഉപയോഗിച്ചതാണെങ്കിലും ഇത് ഒരു ഘട്ടം കഴിയുമ്പോൾ 2-3 വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 1 വർഷം 2 വർഷം കഴിയുമ്പോൾ ഈ പ്രൊഡക്റ്റ് കാണുന്നത്. അപ്പൊ നമ്മളെന്താ ചിന്തിക്കുക, പല ആൾക്കാർ നെഗറ്റീവ് ആളൊരു കാരണം ചിന്തിക്കുന്നത് വെച്ചാൽ, ഞാൻ ഇത്ര മുടക്കിയല്ലോ 1 റുപ്യ ഒലിക്കുന്നത്, ഇത് നഷ്ടം എന്നാ പറയുക ആൾക്കാർ. പക്ഷെ ഇത് നഷ്ടമല്ല. ഈ മുടക്കിയ പൈസ നമ്മൾ എന്ത് ചെയ്ത് നമ്മളെടുത്ത് ചെലവായി പോയിട്ടുണ്ട്. നമ്മളൊരു ബിസിനസ്സുകാരന്റെ മൈൻഡിലേക്ക് മാറിയിട്ടില്ല. നമ്മൾ എന്ത് ചെയ്ത് നമ്മളൊരു ഒരു കൂലിക്കാരന്റെ ലെവലിലേക്ക് ദിവസം കൂലി കിട്ടുന്ന ചെലവാക്കുന്ന അവസ്ഥയിലേക്ക് മാറി. ഇവിടെ ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചാൽ നമ്മളൊരു ബിസിനസ്സുകാരന്റെ മൈൻഡിലേക്ക് മാറി കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു കൂലിക്കാരനെ പോലെ, ഒരു ദിവസം കൂലിക്കാരനെ പോലെ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ജോലിക്കാരനെ പോലെ ചിന്തിച്ചാൽ നമുക്ക് ഇത് നമുക്ക് വലിയ അച്ചീവറായി മാറാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബിസിനസ്സുകാരന്റെ മൈൻഡിലേക്ക് മാറ്റാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിന്റെ മീറ്റിംഗ് ട്രെയിനിങ് പോയി ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ റീറ്റെയിൽ ചെയ്ത ഉൽപ്പന്നങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ റീപർച്ചേസ് ചെയ്യണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നിർബന്ധം റീപർച്ചേസ് ചെയ്യുക. ഈ റീപർച്ചേസ് കൂടി എന്ത് ചെയ്യാൻ ഗുണം നമുക്ക് റിക്രൂട്ട്മെന്റ് ആക്കാൻ പറ്റും. ഉദാഹരണം പറയാം, നിങ്ങൾ ഒരു പുതിയ വ്യക്തിയെ ബിസിനസ് പരിചയപ്പെടുത്തി, അദ്ദേഹം നിങ്ങൾ ഉൽപ്പന്നം കൊടുത്ത്, ഒരു പേസ്റ്റ് കൊടുത്ത്, ഒരു ഹെയർ ഓയിൽ കൊടുത്ത്, ഒരു ഷാമ്പു കൊടുത്ത്, ഇത് ഉപയോഗിച്ച് റിസൾട്ടായി. പിന്നെ ഇവരെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, റിസൾട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാലവും ഇവനൊരു നല്ലൊരു ആയുധാണല്ലോ, ഇവൻ നല്ലൊരു കസ്റ്റമർ ആണല്ലോ, ഇവനെ സ്ഥിരമായിട്ട് നമ്മൾ റീറ്റെയിലായ വ്യക്തിയായിട്ട് നമ്മൾ മാറ്റരുത്. ഇവനെ നമ്മൾ എന്ത് ചെയ്യണം, വ്യക്തമായി ഈ ഒരു വ്യക്തിനെ ലേഡീസ് ആയി ജെൻസ് ആയി ഇവർ എന്ത് ചെയ്യണം, ഇവരെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ഒരു മീറ്റിംഗ് സെന്ററിൽ എത്തിക്കുക. അപ്പം നമ്മളെ ബന്ധു സുഹൃത്തായിരിക്കും. ആ മീറ്റിംഗ് സെന്റർ എത്തിച്ച് എന്ത് ചെയ്യുക, മീറ്റിംഗ് സെന്റർ എന്ത് ചെയ്യുക, ഈ ഉൽപ്പന്നം എന്താണെന്നും ഈ ഉൽപ്പന്നം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗുണം എന്താണെന്നും ഇതിന്റെ ബിസിനസ് പ്ലാൻ എന്താണെന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, അവനോട് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അവനെ നമുക്ക് എന്ത് ചെയ്യും, അവനെ കൂടി നമുക്ക് ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ റിക്രൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അവൻ നമ്മൾ റിക്രൂട്ട്മെന്റ് ചെയ്യണം. ഈ റിക്രൂട്ട്മെന്റ് ചെയ്ത് കഴിഞ്ഞാലോ, ഒരു വ്യക്തിയെ റിക്രൂട്ട്മെന്റ് ചെയ്ത് എന്നാലും ഉണ്ട് നമ്മുടെ അടുത്ത് പണി. പിന്നെ നമ്മളെ പണി എന്താ വെച്ചാൽ അവനെ നിലനിർത്താനുള്ള പണിയാണ്.
അപ്പൊ ഒരു വ്യക്തി വന്ന് റിക്രൂട്ട്മെന്റ് ചെയ്ത് ഓന് 50,000 സ്റ്റോക്ക് എടുത്ത് കഴിഞ്ഞിട്ട് ഓനെ വിട്ടേക്കല്ല വേണ്ട, അല്ലെ അവരെ വിട്ടേക്കലുണ്ട്. അവരെ കൂടെ നിന്നുകൊണ്ട് അത് ബിസിനസ് വിറ്റയിക്കാനുള്ള സപ്പോർട്ടോ കാര്യങ്ങളോ കൊടുക്കുക. ആ സപ്പോർട്ട് കൂടി എന്ത് ചെയ്യാൻ പറ്റുന്നത്, അവരിൽ കൂടി എന്ത് ചെയ്യാൻ വെച്ചാൽ അവരിൽ കൂടി പുതിയ കോൺടാക്ട് എടുക്കാൻ തയ്യാറാകുക. ഇവനെ പരമാവധി മീറ്റിംഗ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക. ഇവനെന്ത് ചെയ്യുക, നന്നായിട്ട് നിലനിർത്താനുള്ള എല്ലാ പണി എല്ലാ സപ്പോർട്ട് തുടക്കത്തിൽ വന്ന ഒരു വ്യക്തിനെ പരമാവധി സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവനെ നിലനിർത്താനുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് മാറണം. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് വലിയൊരു ടീമിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും. ശരിക്കും ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ടീം ബിൽഡ് ചെയ്യണം. ടീം ബിൽഡ് ചെയ്യാണ്ട് വെറും എല്ലാ കാലത്തും റീറ്റെയിലും കൊണ്ട് മാത്രം കാര്യം ടീം ബിൽഡിംഗ് ആണ് ശരിക്കും ഡയറക്ട് സെല്ലിംഗ്. സുന്ദരം എന്താ അറിയോ, നമ്മളെ പ്രസൻസ്, ഞാൻ പാസീവ് നമ്മളെ പ്രസൻസ് ഉണ്ടെങ്കിലും നമുക്ക് വരുമാനം ഉണ്ടാക്കണം. അതിന് നമ്മൾ ടീമിനെ സെറ്റ് ചെയ്യണം. ആ ടീമിനെ ബിൽഡ് ചെയ്യാനാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ റിക്രൂട്ട്മെന്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഏറ്റവും വലിയ റിക്രൂട്ട്മെന്റ് വലിയ ഈ റിക്രൂട്ട്മെന്റ് ചെയ്ത് കഴിച്ച വ്യക്തി എന്ത് ചെയ്യുക, പരമാവധി മീറ്റിംഗ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക. പിന്നെ പരമാവധി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ വീടുകളിൽ നടത്തുന്ന ഹോം മീറ്റിംഗ് എന്ന് പറയുന്ന രീതി നമ്മൾ നടത്താറുണ്ട്. അപ്പൊ നമ്മൾ റിക്രൂട്ട്മെന്റ് ചെയ്ത വ്യക്തി എന്ത് ചെയ്യുക, അവന്റെ വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവന്റെ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഒരു പുതിയ വ്യക്തി വന്ന് ബിസിനസ് വന്നു, അദ്ദേഹം ഒരു 50,000 സ്റ്റോക്ക് എടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് എന്ത് വെച്ചാൽ, നിങ്ങൾ 1-2 ലീഡർമാർ പോയിട്ട് എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് അവനെ കൊണ്ട് ലിസ്റ്റ് ബിൽഡ് ചെയ്യുക. ലിസ്റ്റ് നിങ്ങൾ ബിൽഡ് ചെയ്യിക്കണം. അവനെ കൊണ്ട് ഇനി ലിസ്റ്റ് ചെയ്തോ അല്ല ലിസ്റ്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടായില്ല. ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, ഇല്ലാതെന്നല്ല പറയുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അവിടെ ഇരുന്ന് നമ്മൾ ലിസ്റ്റ് ബിൽഡ് ചെയ്യാൻ തയ്യാറാകുക. അതിന് ലീഡർമാരൊന്നും വേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയാൽ മതി. ഡിസ്ട്രിബ്യൂട്ടറിന്റെ കൂടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ലീഡർ, ഒരു സ്റ്റാർ ഭൂമി ലീഡറെ കൂട്ടുക, വീട്ടിൽ പോവുക. ഇപ്പൊ രണ്ടാള് വീട്ടിൽ പോയി ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ, ചിലപ്പോൾ പറ്റുമെങ്കിൽ വീട്ടിൽ പോയി ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഭാര്യയാണ് പ്രോഗ്രാം കേട്ടതെങ്കിൽ ഭർത്താവിനെ കൂടി എത്തിക്കണം. ഒന്നും കൂടി എന്ത് ചെയ്യാൻ വേണ്ടി എന്താണെന്നുള്ള അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഇനി ഭർത്താവാന്ന് കേട്ടെങ്കിൽ ഭാര്യനെയും കൂടി അവിടെ എത്തിയിട്ട് മക്കളെയും കൂടി എടുത്ത് അവരോട് എന്ത് ചെയ്യും, ഒന്നൊരു പ്ലാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് എന്ത് വെച്ചാൽ വ്യക്തമായിട്ട് അവരെ കൊണ്ട് അവരെ ഫോൺ എടുത്തിട്ട്, ഫോണൊന്നും അല്ലെങ്കിൽ അവർ വന്ന് കോൺടാക്ട് ലിസ്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ട് ഏറ്റവും നല്ല കോൺടാക്ട് ലിസ്റ്റ് എടുത്ത്, ആ ലിസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം അറിയോ, അതിൽ നിന്ന് ഏറ്റവും ആദ്യമായിട്ട് പ്ലാൻ കേൾക്കേണ്ട കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യുക, നമ്മൾ മാൻ കാറ്റഗറി എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ട്. ഒന്ന് എം എന്ന് പറഞ്ഞാൽ മണി, പണം അത്യാവശ്യം കയ്യിൽ എന്തെങ്കിലും പണം എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം. മറ്റെന്തെങ്കിലും അതോറിറ്റി, ഏതാണ് അതോറിറ്റി, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്ന വ്യക്തി. അങ്ങനെയുള്ള സ്വന്തമായിട്ട് ഉദാഹരണം പറയുന്നത് ഒരു ഉദാഹരണം പറയുന്നത്, ഇവിടെ ഇപ്പൊ ഞാൻ ഇപ്പൊ ഷാഹിർ സാർ നമ്മൾ പ്ലാൻ പറയാൻ പോവുക. അപ്പൊ ഷാഹിർ സാർ പ്ലാൻ പറയാൻ പോകുമ്പോൾ ഷാഹിർ സാർ സ്വന്തം വീട്ടിൽ പോയാൽ ഷാഹിർ സാർ തീരുമാനം എടുക്കുന്ന വ്യക്തിയായിരിക്കണം. അല്ലെങ്കിൽ ഭാര്യയാണ് തീരുമാനം എടുക്കുന്നെങ്കിൽ ചിലപ്പോൾ നീ ഭാര്യയും കൂടി കേൾപ്പിച്ചാലേ ഗുണമുണ്ടാവും. അല്ലെ ഭർത്താവാണെങ്കിൽ അങ്ങനെ സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു അതോറിറ്റി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റൂ, ഇന്ന് പിന്നെ ഈ ഒരു മേഖല എന്ത് ചെയ്യാൻ പറ്റൂ, പിന്നെ അവരെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു പ്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5,000-50,000 എടുത്തിട്ട് എന്ത് ചെയ്യണം, ഇതൊരു ബിസിനസ് തുടങ്ങാൻ പറ്റുന്ന സ്വന്തമായി തീരുമാനം ഒരു വ്യക്തിനെ ആദ്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. മറ്റൊന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇതെന്ത് ചെയ്യണം, ഒരു എന്തെങ്കിലും ബിസിനസ് കൂടി വലിയ അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യക്തി ആയിരിക്കണം. ഒരു സാമ്പത്തികമായിട്ട് ഒന്നും ഉണ്ടാക്കേണ്ട, എന്തെങ്കിലും കൂതറ കളിച്ചേണ്ട ഒരു വ്യക്തി ആയിരിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു മാൻ കാറ്റഗറി ആൾക്കാർ എന്ത് ചെയ്യുക, ആ ലിസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അവരെന്ത് ചെയ്യുക, അവരോട് പറയാം, നിങ്ങൾ ഒന്നിക്കലും ഹോം മീറ്റിംഗിലേക്ക് വിളിക്കുക. അല്ലെങ്കിൽ ആ ഹോം മീറ്റിംഗ് പരമാവധി നല്ല ഹോം മീറ്റിംഗ് വിളിക്കുക നല്ലത്. ഹോം മീറ്റിംഗ് വീട്ടിലെ ഹോം മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ചാൽ, ഒരു 10 പേരെ 20 പേരെ ഹോം മീറ്റിംഗിൽ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, നമ്മൾ ആരോഗ്യ സെമിനാർ കണ്ടക്ട് ചെയ്യുക. ഈ ആരോഗ്യ സെമിനാർ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ചാൽ, ആരോഗ്യ സെമിനാർ കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മളെ പ്ലാൻ, നമ്മളെ പ്രൊഡക്റ്റിനെ പറ്റി വ്യക്തമായിട്ട് സംസാരിക്കും. പറ്റുമെങ്കിൽ ഞാൻ പറയുന്നത് വെച്ചാൽ, പറ്റുമെങ്കിൽ പരമാവധി നിങ്ങൾ ആരോഗ്യ സെമിനാർ കണ്ടക്ട് ചെയ്ത് അവിടെ പ്ലാൻ പ്രസന്റേഷൻ പരമാവധി ഹോം മീറ്റിംഗ് നടത്തേണ്ട ആവശ്യമില്ല. അതായത് ഹോം മീറ്റിംഗ് എന്താ വെച്ചാൽ, പ്ലാൻ പ്രസന്റേഷൻ നമ്മൾ കോഴിക്കോട് താമസിച്ചില്ല GTS സെന്ററിലേക്ക് ആൾക്കാർ എത്തിക്കാനുള്ള ഈ കാര്യങ്ങൾ മാറ്റി കഴിഞ്ഞാൽ, അവിടെ ഒരു വ്യക്തി ഒരു 50,000 സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ അവരെ വീട്ടിൽ നമ്മൾ ആരോഗ്യ സെമിനാർ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ പ്രൊഡക്റ്റ് എന്തിനു ഉപയോഗിക്കണം, എന്തൊക്കെയാണ് അതിന്റെ സാധ്യത മനസ്സിലാക്കി കഴിഞ്ഞാൽ, അവൻ വാങ്ങി ഈ 50,000 സ്റ്റോക്ക് എടുത്ത വ്യക്തിയുടെ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ പല ആൾക്കാരും പെട്ടെന്ന് വാങ്ങി. അന്ന് വന്ന ആൾക്കാരൊക്കെ പ്രൊഡക്റ്റ് വാങ്ങി എന്ത് ചെയ്യും, ഫസ്റ്റ് കച്ചവടം, ഫസ്റ്റ് ഹോം ഷോപ്പ് എന്ത് ചെയ്യും, അവിടെ നിന്ന് അങ്ങ് നടക്കും. അപ്പൊ ആരോഗ്യ സെമിനാർ കണ്ടക്ട് ചെയ്യുക. ഇനി ആരോഗ്യ സെമിനാർ കണ്ടക്ട് ചെയ്ത വ്യക്തി നമ്മൾ എന്ത് ചെയ്യുക, ആ കണ്ടക്ട് ചെയ്ത വ്യക്തിയിൽ അതിൽ സാധ്യതയുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിൽ 20 ആൾ വന്നു, ഈ 20 ആൾ വന്ന ആൾക്കാർ എന്ത് ചെയ്യുക, ഏറ്റവും സാധ്യതയുള്ള കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യുക, ഒന്നെങ്കിലും നമ്മൾ അടുത്ത മീറ്റിംഗ് സെന്ററിലേക്ക്, അല്ലെങ്കിൽ കോഴിക്കോട് നളന്തയിൽ നടക്കുന്ന GTS സെന്ററിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ ആൾക്കാർ എത്തിക്കുക. അങ്ങനെ വരുമ്പോൾ അവിടുന്ന് ഇവൻ പൊതുവേ കാണുന്ന ഒരു വ്യക്തി പുതുതായിട്ട് ബിസിനസ് കാണുന്ന ഒന്ന് ഉദാഹരണം പറയാൻ, ഇവിടെ ഇപ്പോൾ പിന്നെ ഹുസൈൻ സാറെ വീട്ടിൽ ഒരു മീറ്റിംഗ് പ്ലാൻ ചെയ്ത ഹുസൈൻ സാറെ വീട്ടിൽ നിന്ന് ചുറ്റുപാടുള്ള ആൾക്കാരും 1-2 ലീഡർമാരെ മാത്രമേ കാണൂ. മീറ്റിംഗ് സെന്റർ ഗുണം എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുക, പരമാവധി നമ്മൾ എന്ത് ചെയ്യുക, മീറ്റിംഗ് സെന്ററിലേക്ക് ആൾക്കാർ എത്തിക്കാൻ തയ്യാറാകുക. അങ്ങനെ ഈ ഒരു മീറ്റിംഗ് സെന്റർ കൂടി എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നല്ലൊരു ടീമിനെ നമുക്ക് ലിസ്റ്റ് കൂടി എന്ത് ചെയ്യാം, ലിസ്റ്റ് ബിൽഡ് ചെയ്യാൻ ആൾക്കാരുടെ കൂടി എന്ത് ചെയ്യും, നല്ലൊരു ടീമിനെ സെറ്റ് ചെയ്തിട്ട് എപ്പോഴും ലിസ്റ്റ് ബിൽഡ് ചെയ്യാൻ അവരെ വീട്ടിൽ പോയി ഇരുന്ന് ലിസ്റ്റ് ബിൽഡ് ചെയ്യുന്ന ഏറ്റവും വലിയ സാധ്യത. അപ്പോൾ ലിസ്റ്റ് ബിൽഡ് ചെയ്യും. അപ്പൊ നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവരെ വീട്ടിൽ പോയി ലിസ്റ്റ് ബിൽഡ് ചെയ്യുക. ഇനി ലിസ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ വെച്ചാൽ, ഇപ്പൊ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞ GTS സെന്റർ,
പിന്നെ എഫ് എസ് എസ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് സക്സസ്. ഈ ബിസിനസ് എന്താണ്, എങ്ങനെ ചെയ്യുന്നത് പഠിപ്പിക്കുന്ന സെഷനാണ്. അവിടെ ഒന്നെങ്കിൽ ബെന്നി സാറോ ശൈലേഷ് സാറോ അല്ലെ ബിജു സാറിനെ പോലെ ലീഡേഴ്സിന്റെ ട്രെയിനിങ് അവിടെ കിട്ടും. ആ ട്രെയിനിങ് നിങ്ങൾ എന്ത് ചെയ്യുക എന്താ വെച്ചാൽ, അനീസ് സാറിനെ പോലത്തെ ലീഡേഴ്സിന്റെ ട്രെയിനിങ് ഉണ്ടാവും. ആ ട്രെയിനിങ്ങിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇവരെ കാര്യങ്ങൾ നന്നായിട്ട് ബോധവാന്മാരായി കഴിഞ്ഞാൽ എന്ത് വെച്ചു, ഇവര് നമ്മളെ പോലെ തന്നെ ഒരു നല്ല ലീഡർഷിപ്പിലേക്ക് വരാൻ സാധ്യതയുള്ള ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഇതിൽ ചെയ്യേണ്ട ഫസ്റ്റ് ഒരു വിജയിച്ച വ്യക്തി നമ്മൾ റീറ്റെയിൽ ചെയ്യണം, റീപർച്ചേസ് ചെയ്യണം, റിക്രൂട്ട്മെന്റ് ചെയ്യണം, അവരെ നിലനിർത്താനുള്ള പണി എടുക്കണം. അതിനുശേഷം എന്ത് ചെയ്യുക, അവരെന്ത് ചെയ്യുക, അവരെ വീട്ടിൽ ഹോം മീറ്റിംഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അവരെ വീട്ടിൽ ഹോം മീറ്റിംഗ് ഫിക്സ് ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു ബിസിനസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അതിൽ നമ്മൾ എന്താ വെച്ചാൽ, ഒരു വർക്ക് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ഒരു വ്യക്തി ഒരു പാർട്ട് ടൈം ആയിട്ട് ഫുൾ ടൈം ആയിട്ട്, ഫുൾ ടൈമർ ആണെങ്കിലും പാർട്ട് ടൈമർ ആണെങ്കിലും എടുക്കുന്ന ടൈം എന്ത് ചെയ്യണം, ഒരു അൺകണ്ടീഷണൽ ആയിട്ട് വർക്ക് ചെയ്യണം. അത് അവിടെ ഒരു എടുക്കുന്ന ഒരു മണിക്കൂർ അത് ഒരു മണിക്കൂർ പ്രയോറിറ്റി നമ്പർ വണ്ണിലേക്ക് നമ്മളെ ബിസിനസ് വരണം. പല ആൾക്കാർക്ക് ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, പല ആൾക്കാർക്ക് ഇപ്പോഴും ബിസിനസ് നമ്പർ വണ്ണിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ടാണ് കുറച്ച് ആൾക്കാർ കുറച്ചു കാലം നിൽക്കും പിന്നെ പോകുന്ന ആൾക്കാർ അവസ്ഥ വരുന്നത്. അപ്പൊ ഇതിലൊക്കെ നമ്മൾ എന്ത് ഗ്രോത്ത് ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും നല്ല ഹാർഡ് വർക്ക് നമ്മൾ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ, ഹാർഡ് വർക്കിന് വലിയ പ്രാധാന്യമുണ്ട്. ഏറ്റവും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ, ഹാർഡ് വർക്ക് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏറ്റവും നല്ല ടീമിനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഹാർഡ് വർക്കിന് പ്രാധാന്യം കൊടുക്കുക. പ്രയോറിറ്റി നമ്പർ വണ്ണിലേക്ക് നമ്മളെ ബിസിനസ് വരിക. പ്രയോറിറ്റി നമ്പർ വൺ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഉദാഹരണം പറയാം, ഇപ്പൊ നമ്മളിപ്പോ ഒരു ഹോം മീറ്റിംഗ് ഫിക്സ് ചെയ്തു, പുതിയ വ്യക്തികൾക്ക് അറിയണ്ടായില്ല, ഒരു ഹോം മീറ്റിംഗ് ഫിക്സ് ചെയ്ത് ആ ഹോം മീറ്റിംഗിൽ ഇപ്പൊ ഉദാഹരണം പറയാൻ നമ്മൾ ഋഷി സാറാണ് ഹോം മീറ്റിംഗ് പോകാൻ തീരുമാനിച്ചത്. ഋഷി സാറിന് പെട്ടെന്നാണ് ഹോം മീറ്റിംഗിന് നടന്ന് പോകാൻ ടൈം ഒക്കെ റെഡി ആയി, പുറകോട്ടൊക്കെ റെഡി ആയി നമ്മൾ ഇറങ്ങാൻ നിൽക്കുക, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന ടൈമാണ്. ഇറങ്ങാൻ നിൽക്കുന്ന ടൈമിലാണ് പെട്ടെന്ന് എന്തൊരു ചെറിയൊരു വിഷയം വരുന്നത്. അവർ വീട്ടിൽ എന്ത് ചെയ്യുക, അല്ലെ ഒന്ന് ഓരോ ഹോസ്പിറ്റൽ കേസ് വന്ന് കാര്യങ്ങളൊന്നും പോകേണ്ട ആവശ്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, പറ്റുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഹോസ്പിറ്റൽ കേസിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ പോകേണ്ട അത്യാവശ്യമല്ല എന്ത് ചെയ്യുക, നമ്മൾ അവിടെ വേറൊരാളെ ഏർപ്പാടാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, അപ്പൊ മക്കളെ ഹോസ്പിറ്റലിൽ ഭാര്യനെ ഏർപ്പാടാക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അവിടെ ആ ഹോം മീറ്റിംഗിന് പ്രാധാന്യം കൊടുക്കുക. ഇപ്പൊ പല ആൾക്കാർക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ, പ്രാധാന്യം എന്താ വെച്ചാൽ ഹോം മീറ്റിംഗിന് പകരം പ്രാധാന്യം കൊടുക്കുക എവിടെയെന്നെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ചെറിയ പ്രശ്നമായിരിക്കും. അത് നമുക്ക് മറ്റുള്ളവർക്ക് ഏൽപ്പിച്ച് ചെയ്യേണ്ട പണിയായിരിക്കും, ചെയ്താലും വിഷയം ഉണ്ടായില്ല. അപ്പൊ അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ ഏൽപ്പിച്ച് ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരെ ഏൽപ്പിച്ച് നമ്മൾ തയ്യാറാകുക. നമ്മൾ ഹോം മീറ്റിംഗ് പ്രാധാന്യം കൊടുക്കുക, നമ്മൾ വർക്കിന് പ്രാധാന്യം കൊടുക്കുക, രാവിലെ ഫീൽഡിൽ ഇറങ്ങുക. പല ആൾക്കാർക്കും പറ്റുന്ന പ്രശ്നം വെച്ചാൽ രാവിലെ എന്ത് ചെയ്യുക വെച്ചാൽ, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ മടിയുള്ള ആൾക്കാരുണ്ട്. അത് നമ്മൾ മാറ്റണം. പല ആൾക്കാർ രാവിലെ ഇറങ്ങാന്ന് വെച്ചാൽ പിന്നെ ഒരു 6-7 മണിക്ക്, ലേഡീസ് അല്ല ജെന്റ്സിന് ഒരു 6-7 മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറാകുകയാണ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഏറ്റവും ഫ്രഷ് ആയ കുറെ ആൾക്കാരാണ്. പല ആൾക്കാരും പറ്റുന്നത് വെച്ചാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഒരു 10 മണി 11 മണിക്ക് ഇറങ്ങും. 11 മണിക്ക് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും, ഒരു 10 മണിക്ക് ഇറങ്ങാൻ നമ്മൾ ആലോചിക്കൂ. അന്നപ്പായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായ ഒരു എന്നാ പിന്നെ 10-11 ഇനി ഉച്ചക്കത്തെ ചോറ് എന്ത് ചെയ്യുന്നുണ്ട് അങ്ങ് പോകാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇനി ചോറ് തിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ചെറുങ്ങനെ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് ശ്രദ്ധിക്കുക. എന്നാ പിന്നെ വൈകുന്നേരമായിട്ട് കുറച്ചുകൂടി കഴിഞ്ഞ് എന്ത് ചെയ്യാൻ ഇറങ്ങാം, ഇപ്പൊ വെയിലൊക്കെ ആയില്ലേ അല്ലെ മഴ അല്ലേ, അത് കഴിഞ്ഞ് ഇറങ്ങാം. ഇങ്ങനെയുള്ള രീതി മാറ്റിട്ട് എന്ത് ചെയ്യുക, നമ്മൾ രാവിലെ ഫീൽഡ് ഇറങ്ങാൻ തയ്യാറാകുക. അങ്ങനെ ഫീൽഡ് ഇറങ്ങി കഴിഞ്ഞാൽ എന്താ ഗുണം വെച്ചാൽ, നമുക്ക് ഏറ്റവും ഫ്രഷ് മൈൻഡുള്ള കുറച്ച് ആൾക്കാരെ ബിസിനസ് കിട്ടും. നമ്മളല്ലാണ്ട് ഉച്ചയ്ക്കൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ഒരു 10 മണിക്ക് 11 മണിക്കോ പോയിട്ട് ചില വീട് പോയി ആൾക്കാരെ കാണുമ്പോൾ അല്ലെ 12 മണിക്കോ കിടന്ന് ഉറങ്ങുന്നതിനെ കണ്ടു കഴിഞ്ഞാൽ ഓൻ എന്നും ആ രീതി തന്നെയായിരിക്കും. വലിയ ഫ്രഷ് മൈൻഡ് ഒന്നും ഉണ്ടാകില്ല, ഓൻ എന്നും ഉറക്കക്കാരൻ തന്നെയായിരിക്കും. അപ്പൊ അതിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ബിസിനസ് ഫസ്റ്റ് കൊണ്ടുവരുന്ന ആൾക്കാർ എന്ത് ചെയ്യണം, ഏറ്റവും നല്ല സാധ്യതയുള്ള ഏറ്റവും നല്ല നമ്മൾ ലിസ്റ്റ് മെയിൻ കാറ്റഗറി അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് രാവിലെ ഫീൽഡ് ഇറങ്ങി കഴിഞ്ഞാൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള കുറച്ച് ആൾക്കാർ നമുക്ക് കിട്ടും. പിന്നെ ജെൻസ് ഒക്കെ ആണെങ്കിൽ പരമാവധി എന്താ വെച്ചാൽ 9:30-10 മണിയൊക്കെ വർക്ക് എടുക്കുക. നേരത്തെ വീട്ടിൽ നിന്ന് 10 മണി വർക്ക്. ലേഡീസിനാണെങ്കിൽ നമുക്ക് ഒരു 8 മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 6-7 മണിയോട് വീട്ടിൽ 8 മണിക്ക് പരമാവധി 7-7 മണിക്ക് വീട്ടിൽ തന്നെ വർക്ക്. ഇപ്പൊ ലേഡീസ് ജെൻസ് ഒക്കെ എന്ത് ചെയ്യുക, പരമാവധി നേരത്തെ ഇറങ്ങുക. പിന്നെ പറ്റുമെങ്കിൽ എന്ത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, ഫുഡൊക്കെ എന്ത് ചെയ്യാൻ ചില ആൾക്കാർക്ക് ഒരു പ്രശ്നമുണ്ട്, വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കും, വീട്ടിലെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ വരുന്ന ആൾക്കാർ എന്ത് ചെയ്യാൻ വെച്ചാൽ ഒരു ചെറിയൊരു പൊതി കയ്യിൽ കരുതുക. അല്ലാണ്ട് നിങ്ങൾ വീട്ടിലെത്തിയിട്ട് ഒരു വർക്കിന് പോയി ആരും തിരിച്ച് വീട്ടിൽ ഭക്ഷണം കഴിഞ്ഞ് പിന്നെ തിരിച്ചു പോകുമ്പോഴേക്കും ടൈം കുറെ നമ്മൾ വേസ്റ്റ് ആയി പോകും. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ ഒരു ബിസിനസ്സിലും അതിനൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കും. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടീം ഇത് ചെയ്ത് ഏറ്റെടുക്കും. ഇതൊക്കെ ഞാൻ ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്, ഇതൊക്കെ നമ്മുടെ ടീമിനെ പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യും, അവർ ഏറ്റെടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തുടക്കക്കാർ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇതിൽ കുറെ ബ്രാൻഡുകൾ തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ ബ്രാൻഡ് ഉണ്ടാക്കാൻ സാധ്യത തുടക്കത്തിൽ. മൈലേജ് സെൽ എന്ന് പറഞ്ഞ ഒരു ഷോ ബിസിനസ്സാണ്, ഡയറക്ട് സെല്ലിംഗ് ഒരു ഷോ ബിസിനസ്സാണ്. അപ്പൊ ഷോ ബിസിനസ് ആയതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഷോ എന്ന് പറഞ്ഞാൽ വെറുതെ ഷോ കാണിച്ചിട്ട് കാര്യമില്ല, ഇവിടെ ബ്രാൻഡ് നമ്മൾ ഉണ്ടാക്കണം. ബ്രാൻഡ് പലതരത്തിലുള്ള ബ്രാൻഡ് ഉണ്ട്. നമ്മൾ തുടക്കക്കാരെ അപേക്ഷിച്ച് വെച്ചാൽ മൊബൈലിൽ ഒരു ബ്രാൻഡാണ്, ഗോൾഡ് വാങ്ങുന്ന ബ്രാൻഡാണ്, ലാപ്ടോപ്പ് വാങ്ങുന്ന ബ്രാൻഡാണ്, ഇങ്ങനെ പല ബ്രാൻഡോ. വിദേശ ചെറിയ ടൂറുകൾ ബ്രാൻഡാണ്, വിദേശ ടൂറുകൾ ബ്രാൻഡാണ്, റാങ്കുകൾ ബ്രാൻഡാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ, ഒരു ബ്രാൻഡ് ക്രിയേഷൻ ചെയ്യണം, നിങ്ങൾ നല്ല പ്രാധാന്യം കൊടുക്കും.
അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ ബിസിനസ് ഞാനിപ്പോ എന്റെ ബ്രാൻഡ് ഞാൻ പറയാം, ലാസ്റ്റ് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ബ്രാൻഡുകൾ. എന്റെ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കുറെ ബ്രാൻഡ് ഞാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചിരിക്കും. ആ ബ്രാൻഡ് മതി ബിസിനസ് നമുക്ക് ഒരു കാലം വരെ. ഷാഹിദ് സാറിനൊക്കെ ഞാൻ നോക്കാം, ഇതിലെ ലീഡേഴ്സിനൊക്കെ നല്ല ബ്രാൻഡുകളുണ്ട്. വിദേശ ടൂറുകൾ പോയത് ബ്രാൻഡാണ്. അപ്പൊ ഞാൻ MIL മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോ ഏകദേശം ഈ ഒരു 8 വർഷത്തിനുള്ളിൽ തന്നെ ശരിക്കും ഇന്ന് NTS റാങ്കിലൊക്കെ തുടക്കത്തിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് എന്താണെന്നൊന്നും ഒരു മര്യാദ ഇതേപോലെ സംസാരിക്കാനുള്ള കഴിവ്, ഒരു 10 മിനിറ്റ് സംസാരിക്കാനുള്ള കൂടുതൽ നേരം സംസാരിക്കാനുള്ള കഴിവും കാര്യങ്ങളുടെ കപ്പാസിറ്റി നമുക്കില്ലായിരുന്നു, എനിക്കില്ലായിരുന്നു. ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തതാ. പല മീറ്റിംഗ് പോയിട്ട് മുൻപത്തെ ഷാഹിദ് സാറിനൊക്കെ എന്നെ അറിയാൻ പറ്റും. മുൻപ് നമ്മൾ മീറ്റിംഗിൽ അങ്ങനെ സംസാരിക്കാറൊന്നുമില്ലായിരുന്നു. അവിടേക്ക് ഇന്ന് ഷാഹിദ് സാറൊക്കെ നിന്ന് പല മീറ്റിംഗിലും വിളിക്കുന്ന രീതി കാര്യങ്ങൾ മാറി. എന്തുകൊണ്ടാണ്? നമ്മൾ സംസാരിച്ച് നമ്മളെ കഴിവുകൾ നമ്മൾ വർദ്ധിപ്പിച്ചെടുത്തതാണ്. ഇതേപോലെ നിങ്ങൾ പല മീറ്റിങ്ങിലും കാര്യങ്ങൾ പോയിട്ട് നമ്മളെ കഴിവുകൾ നമ്മൾ പരമാവധി എന്ത് ചെയ്യുക, നമ്മൾ വർദ്ധിപ്പിച്ചെടുക്കണം. അപ്പൊ അങ്ങനെ കഴിവ് വർദ്ധിപ്പിച്ചെടുത്ത് അതിൽ കൂടി നമുക്ക് ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 8 വർഷത്തിന് ഇങ്ങോട്ട് നിന്നാണ് എന്റെ മൈലേജ് ടേക്കറിൽ ഏറ്റവും കൂടുതൽ ഒരു അച്ചീവ്മെന്റ് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങൾ ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കണം. ആ ബ്രാൻഡ് ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ അച്ചീവായിട്ട് മാറാൻ പറ്റുള്ളൂ. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും നല്ല ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കാനുള്ള ബ്രാൻഡ് ക്രിയേഷൻ നിങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കുക. അത് എന്തോ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ ലാപ്ടോപ്പ്, മൊബൈല്, വിദേശ ടൂറുകൾ, സാധാ ടൂറുകൾ, മറ്റു നമ്മളെ ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളിൽ പോകുന്ന ടൂറുകൾ, കേരളത്തിൽ പോകുന്ന പല ഇതൊക്കെ ഒരു ബ്രാൻഡ്. അവിടെയൊക്കെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഈ ഫോട്ടോ മതിയോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഇത് നിങ്ങൾ അവസാനം വരെ നിങ്ങൾ എടുത്തുണ്ടാവും. നിങ്ങൾ പഴയ ഒരു ബൈക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ബൈക്ക് വിൽക്കുകയാണ്, പുതിയ ബൈക്കാണ്, പഴയ ബൈക്കിന്റെ ഫോട്ടോ നിങ്ങൾ നോട്ട് ചെയ്യണം, പുതിയ ബൈക്കിന്റെ ഫോട്ടോ നിങ്ങൾ കയ്യിൽ വേണം. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബ്രാൻഡ് ക്രിയേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കൂടി കാര്യങ്ങൾ നമ്മൾ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ശരിക്കും എന്താ വെച്ചാൽ, ഈ ബിസിനസ് ശരിക്കും എന്താ വെച്ചാൽ ഒരു 3-4 സ്റ്റേജുകൾ ഉണ്ട്. അതിൽ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ വെച്ചാൽ നമ്മൾ ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു ഫൗണ്ടേഷൻ സ്റ്റേജാണ്. ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ബിസിനസ് തുടക്കക്കാരൻ നല്ലൊരു ഫൗണ്ടേഷൻ. നമുക്ക് ഏതൊരു വീട്, എന്തൊരു ബിൽഡിംഗ് ഉണ്ടാക്കണത് എന്തിനും ഒരു ഫൗണ്ടേഷൻ അത്യാവശ്യം ഘടകം. അപ്പൊ നമുക്കൊരു ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം വെച്ചാൽ പരമാവധി നമ്മൾ GTSകൾ, FSSകൾ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിങ്ങുകൾ, അതുപോലെ തന്നെ 2 ഡേ ട്രെയിനിങ്, 1 ഡേ ട്രെയിനിങ് പരമാവധി അറ്റൻഡ് ചെയ്യാൻ വെച്ചാൽ നമ്മൾ അറ്റൻഡ് ചെയ്യുക. നമ്മളെ കൂടെ വന്ന വ്യക്തി 1-2 വ്യക്തി അവരെ മതിയെ പരമാവധി നമ്മൾ അറ്റൻഡ് ചെയ്യും. അപ്പൊ അതൊരു ശരിക്കും എന്ത് ചെയ്യുക, നല്ലൊരു ഫൗണ്ടേഷൻ. ഇപ്പൊ നമുക്ക് ഇതിൽ വിശ്വാസം വന്നാൽ മാത്രമല്ലേ, നമ്മുടെ ടീമിന് ഇതിൽ വിശ്വാസം വന്നാൽ മാത്രമേ നമുക്ക് ഇത് വലിയ അച്ചീവറായിട്ട് മാറാൻ പറ്റൂ. അപ്പൊ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, ഇതിലൊരു ഫൗണ്ടേഷൻ സ്റ്റേജ് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി FSSകളും അതേപോലെ പരമാവധി GTS സെന്ററുകളും അതുപോലെ തന്നെ പരമാവധി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിങ്ങുകളും സ്വന്തമായിട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒരു ഘട്ടം കഴിഞ്ഞ DTK പോലെ ലീഡർമാർ പറയാനുണ്ട്. അതിന് ചെറിയ 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമ്മളെ ടീമിൽ നിന്ന് കൂട്ടിയിട്ട് തന്നിട്ടതാണ്. അപ്പൊ ആ രീതിയിലുള്ള പ്രാധാന്യങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഫൗണ്ടേഷൻ നമുക്ക് സ്ട്രോങ് ആക്കി തരണം. പിന്നെ നമ്മളത് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എസ്റ്റാബ്ലിഷ്മെന്റ്. അത് ഒരു ഫൗണ്ടേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇതിന് നമ്മൾ പല സ്ഥലങ്ങളിൽ ടീമിനെ പല സ്ഥലങ്ങളിൽ പല പോക്കറ്റുകളിൽ എസ്റ്റാബ്ലിഷ്മെന്റ്, പോക്കറ്റ് ക്രിയേഷൻ വലിയ പ്രാധാന്യമുണ്ട്. വ്യത്യസ്തമായ പോക്കറ്റുകൾ, ഇപ്പൊ തുടക്കക്കാരെന്ന് പറഞ്ഞാൽ നന്നായിട്ട് മറ്റ് സ്റ്റേറ്റ് ഒന്നും അല്ല ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മളെ കോഴിക്കോട് ജില്ലേന്റെ അല്ലെങ്കിൽ ഉദാഹരണം മലപ്പുറം ജില്ലേന്റെ അല്ലെങ്കിൽ വയനാട് ജില്ലേന്റെ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലേന്റെ ഒക്കെ വ്യത്യസ്തമായ സ്ഥലം. കണ്ണൂർക്കാരാണ് കണ്ണൂർ ജില്ലയുടെ വ്യത്യസ്തമായ തുടക്കക്കാരാണ് ഞാൻ പറയുന്നത്. കോഴിക്കോട് ജില്ലയിൽ, വയനാട് ജില്ല വ്യത്യസ്തമായ പോക്കറ്റുകൾ. ഇപ്പം കോഴിക്കോട് ഉദാഹരണം പറയാം, താമരശ്ശേരി ഒരു പോക്കറ്റ് ഉണ്ടാക്കണം, ബാലുശ്ശേരി പോക്കറ്റ് ഉണ്ടാക്കണം, കുറ്റ്യാടി ഒരു പോക്കറ്റ് ഉണ്ടാക്കണം. ഇതൊക്കെ നമുക്ക് ഒരു ദിവസം പോയി വരാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ഇപ്പൊ ലേഡീസ് ആയാൽ പോലും പോയി വരാൻ പറ്റുന്ന സാധനങ്ങൾ. കൊയിലാണ്ടി ഒരു പോക്കറ്റ് ഉണ്ടാക്കണം, കോഴിക്കോട് സിറ്റിയിൽ ഒരു പോക്കറ്റ് ഉണ്ടാക്കണം, ബാലുശ്ശേരി പിന്നെ നമ്മളെ പേരാമ്പ്ര ഒരു പോക്കറ്റ് ഉണ്ടാക്കണം. ഇങ്ങനെ എന്ത് ചെയ്യുക, വ്യത്യസ്തമായ പോക്കറ്റുകൾ ഉണ്ടാക്കിയിട്ട് ഇനി പോക്കറ്റ് ക്രിയേഷൻ നടത്തുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം വെച്ചാൽ ഒരു ഉദാഹരണം നിങ്ങൾ ബാലുശ്ശേരി പേരാമ്പ്ര ഒരു ടീമിന് ഉണ്ടാക്കാൻ പോകും. അവിടെ പോയി ഒരു വ്യക്തി 5% കാര്യങ്ങൾ കേൾപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ കുറച്ചു കാലം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം. കുറച്ചു കാലം അല്ലാണ്ട് പ്രോഗ്രാം കേൾപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ അവിടെ അങ്ങ് വിട്ടേക്കല്ലേ വേണ്ടത്. അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ, കുറച്ചു കാലങ്ങൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നല്ലൊരു ടീമിനും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു 5-10 പോക്കറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 5-10 പോക്കറ്റ്, 5-10 ലീഡർമാരാണ്. ശരിക്കും നമ്മൾ കളിയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ, വോളിബോൾ, ഫുട്ബോളിലൊക്കെ നിങ്ങൾ, ക്രിക്കറ്റിലൊക്കെ ഉണ്ടെയോ ഒരു 11 ടീം ഉണ്ടാകുമല്ലോ. ഇങ്ങനെ നിങ്ങളെ ബ്രാഞ്ച് എന്ത് ചെയ്യും, ഒരു ടീം 11 എന്ന് പറഞ്ഞ രീതിയിൽ ഒരു 15-11 ടീം എന്ത് ചെയ്യണം, നമ്മളെ ബ്രാഞ്ച് 2 വേണം. ടീമിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരു ടീം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കുന്ന വെച്ചാൽ ഇത് ഒരു കൂട്ടായിട്ട് കാര്യമില്ല, ഒരു ടീമായിട്ട് മാറണം. ഒരു കുറെ ആൾക്കാർ നമ്മൾ കൂടെ ഉണ്ടായിട്ട് കാര്യമില്ല. ആ ടീമിൽ ഒരു 10 ലീഡർമാർ ബ്രാഞ്ച് 1, 10 ലീഡർ ബ്രാഞ്ച് 2, അത് ഉണ്ടാകാനുള്ള ഒരു പണി നമ്മൾ ചെയ്യേണ്ടത് തുടക്കക്കാരെന്നതായിരുന്നു. അത് 10 പോക്കറ്റ് ആയിക്കോട്ടെ, 10 പോക്കറ്റ് ആയാൽ തന്നെ വലിയ ഗുണം. 10 പോക്കറ്റ് 10 ടീം, 11 പോക്കറ്റ് 11 ടീം, അങ്ങനെ ടീം 11 എന്ന രീതിയിൽ ഈ കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ
അപ്പൊ അങ്ങനെ ഒരു 11 പോക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അതിൽ കൂടി എന്ത് ചെയ്യാൻ പറ്റും, ആ 11 ആൾക്കാരെ ലീഡറാക്കി മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു നമ്മളെ കാര്യം പറയുന്നുണ്ട്. ഉദാഹരണം പറയുമ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ ഓരോരുത്തരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 11 പോക്കറ്റ് ഉണ്ടെങ്കിൽ ഇന്ന് ഒരാഴ്ച സെയിൽസ് ഇപ്പോൾ ഒരു പോക്കറ്റ് കുറഞ്ഞാലും അടുത്ത പോക്കറ്റിൽ നമുക്ക് സെയിൽസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ ഒരു കുറച്ച് പോക്കറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക. ആ പോക്കറ്റ് ക്രിയേഷനുള്ള ഗുണം എന്ന് വെച്ചാൽ അതിൽ കൂടി എന്ത് ചെയ്യാൻ പറ്റും, അതിൽ കൂടി നല്ലൊരു ടീമിനെ. അപ്പോൾ ഈ എസ്റ്റാബ്ലിഷിന്റെ ഫലമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ശ്രദ്ധിക്കുക വെച്ചാൽ ഈ പോക്കറ്റിന് പ്രാധാന്യം കൊടുക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ സ്റ്റെപ്പ് റൂള്, അത് ഞാൻ ചില മീറ്റിങ്ങിലോ പറഞ്ഞാൽ ഈ മീറ്റിംഗ് സംസാരിച്ച സ്റ്റെപ്പ് റൂള് വലിയ പ്രാധാന്യമുണ്ട്. അത് തുടക്കത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്റ്റെപ്പ് റൂൾ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. സ്റ്റെപ്പ് റൂൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രാഞ്ച് 1 ബ്രാഞ്ച് 2. ഉദാഹരണം പറയുന്നത് ഒരു പുതിയതായിട്ട് ഒരു ബിസിനസ് ഡിസ്ട്രിബ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടർ ഫസ്റ്റ് റാങ്ക് നമ്മൾ കൊടുക്കുന്നത് നമ്മളിപ്പം ഒരു സ്റ്റാർ എന്ന റാങ്കാണ്. 50,000 ബ്രാഞ്ച് 1, 50,000 ബ്രാഞ്ച് സ്റ്റാർ റാങ്കാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന റൂബി റാങ്കാണ്. അത് കഴിഞ്ഞാൽ കോർഡിനേറ്ററാണ്. അപ്പൊ ഒരു വ്യക്തി റൂബി റാങ്കിലേക്ക്, ഉദാഹരണം പറയാം, ഇവിടെ പറയുന്നത് പിന്നെ ഒരു ലീഡർ ഇപ്പോ റഷീദ് സാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് റഷീദ് സാറൊക്കെ ബ്രാഞ്ച് 1 സ്റ്റാർ റൂബി ആയി. അപ്പൊ സാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല് സാറിന് ബ്രാഞ്ച് 1 ഒരു ബ്രാഞ്ചിൽ ഒരു സ്റ്റാറിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രവർത്തനം നമ്മൾ ഏറ്റെടുത്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രാധാന്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഒരാൾ ഇപ്പം നിങ്ങൾ റൂബി ആയി കഴിഞ്ഞാൽ ബ്രാഞ്ച് 1 ബ്രാഞ്ച് ഒരു സ്റ്റാർ ഉണ്ടായിരിക്കണം. അതിനെ പറ്റി ലീഡർ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. ഇനി നമ്മൾ അടുത്ത റാങ്കിലേക്ക് കോർഡിനേറ്റർ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഈ 2 സ്റ്റാർ നമ്മൾ റൂബിലേക്ക് എത്തിക്കണം. ഈ പുതിയ 2 സ്റ്റാറിനെ ബ്രാഞ്ച് 1 ബ്രാഞ്ച് ഉണ്ടാക്കി എടുക്കാനുള്ള പ്രവർത്തനം അത് അവരിൽ കൂടി ആക്കിയാൽ മതി. നമ്മൾ തന്നെ കൊണ്ടുവരുന്നില്ല, അവരിൽ കൂടി പുതിയ വ്യക്തികളിൽ കൂടി നമ്മളെ കൂടെ വന്ന ആൾക്കാരെ കെയർ ഓഫ് കൂടി കൊണ്ടുവരാൻ പറ്റും. അത് കഴിഞ്ഞാൽ TC ആയി കഴിഞ്ഞാൽ ഒരു കോർഡിനേറ്റർ ബ്രാഞ്ച് 1 ബ്രാഞ്ച് 2 കോർഡിനേറ്റർ വേണോ, റൂബി വേണോ, സ്റ്റാർ വേണോ. അത് കഴിഞ്ഞാൽ ATC ആയി കഴിഞ്ഞാൽ ഒരു TC വേണം. ഇങ്ങനെ എന്ത് ചെയ്യണം, ഒരു ചുരുങ്ങിയത് ഇപ്പൊ ഉദാഹരണം ഒരു ഷാഹിദ് സാർ MTC ആകുമ്പോൾ ഷാഹിദ് സാർ ബ്രാഞ്ച് 1 ഒരു RTC, ഒരു STC, ഒരു ZDC, ഒരു DTC, ഒരു ATC, ഒരു TC, ഈ ഒരു രീതിയിൽ ബ്രാഞ്ച് 1 ബ്രാഞ്ച് 2 സ്റ്റെപ്പ് റൂൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു ഗ്രോത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ടീം എസ്റ്റാബ്ലിഷ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആ രീതിയിലേക്കുള്ള ശ്രദ്ധയും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ പറ്റും നമുക്ക് നല്ലൊരു ടീമിനെയും കാര്യങ്ങൾ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് വെച്ചാൽ നമ്മൾ ഗ്രോത്ത് സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്ലാനിങ്ങുകൾ നടത്തുക, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിങ്ങുകൾ നടത്തുക, ഇവാലുവേഷൻ മീറ്റിംഗ് നടത്തുക, ചെറിയ അങ്ങനെയുള്ള ചെറിയ പ്രോഗ്രാമുകളൊക്കെ നടത്തി എന്ത് ചെയ്യാം, എല്ലാം എന്ത് ചെയ്യാം, നമ്മൾ ഗ്രോത്ത് സ്റ്റേജിൽ നമ്മൾ വന്നു വരും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റെബിലിറ്റി എന്ന് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ശരിക്കും നിലനിൽക്കും. അപ്പോഴേക്ക് ഒരു ITC പോലെ ലീഡർമാരെ ശരിക്കും യഥാർത്ഥത്തിൽ ഒരു സ്റ്റെബിലിറ്റി ആവും. ഒരു സ്ഥിര വരുമാനത്തിലേക്കൊക്കെ എത്തണം ഒരു ITC ആണ്. അത് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. സ്റ്റാർ ടു ITC അത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഒരു 10-12 സ്റ്റേജാണ് സ്റ്റാർ ടു ITC ആണല്ലേ. ആ ഒരു രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ITC ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുക, വലിയ ഗ്രോത്തിലേക്ക് മാറാൻ തയ്യാറാകുക. അങ്ങനെ രീതിയിലേക്കുള്ള പ്രവർത്തനവും കാര്യങ്ങളും നേരിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ ഒരു 4-5 സ്റ്റേജ് കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ മാത്രം എന്ത് ചെയ്യാൻ നമുക്ക് വലിയൊരു ടീമിനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, വ്യത്യസ്തമായ പോക്കറ്റ് ഉണ്ടാക്കിയെടുക്കണം. അതേപോലെ സ്റ്റെപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഇത് നമ്മൾ എടുക്കുന്ന വർക്കുകൾ ബ്രാൻഡ് ക്രിയേഷൻ വേണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വലിയ അച്ചീവറായിട്ട് മാറാൻ പറ്റുള്ളൂ. പിന്നെ ഔട്ട് ഓഫ് സ്റ്റേഷൻ വർക്ക് എടുക്കുക. നമ്മൾ മറ്റ് ജില്ലയിലേക്കോ പോവുക വർക്കിന്. ഇപ്പൊ നിങ്ങൾ മറ്റ് ജില്ലയിലേക്കോ വർക്കിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് പ്ലാൻ പ്രസന്റേഷനും നമ്മൾ സ്വന്തമായിട്ട് ടീമിനെ ഡെവലപ്പ് ചെയ്യാനും സ്വന്തമായിട്ട് വർക്ക് കൊടുക്കാനുള്ള കപ്പാസിറ്റി എത്തിക്കഴിഞ്ഞാൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഈ അടുത്ത പോക്കറ്റ് ക്രിയേറ്റ് ചെയ്താൽ മതി. അടുത്ത ഡിസ്ട്രിക്റ്റിലേക്ക് ഔട്ട് ഓഫ് സ്റ്റേഷൻ വർക്ക്, മറ്റ് ഡിസ്ട്രിക്റ്റിലേക്ക് വർക്ക് പോയാൽ. കാരണം വെച്ചാൽ അവിടെ ലീഡർമാരെ സപ്പോർട്ട് ഉണ്ടെങ്കിലും നമ്മൾ അവിടെ കേന്ദ്രീകരിക്കണം. ഇപ്പൊ ഒരു പുതിയ വ്യക്തി നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നാളെ അവിടെ ഇട്ട് പോകുന്ന കഴിഞ്ഞാൽ ആ ഒരു പോക്കറ്റ് നഷ്ടപ്പെട്ടു പോയി. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഒരു അടുത്ത പോക്കറ്റ് അടുത്ത ഔട്ട് ഓഫ് സ്റ്റേഷൻ മറ്റു ജില്ലയിലേക്ക് വർക്കാൻ നമ്മൾ പോകണ്ട. നമ്മൾ സ്വന്തമായിട്ട് പ്ലാൻ പ്രസന്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആയി കഴിഞ്ഞാൽ മാത്രം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വർക്കിന് പോയാൽ മതി. കാരണം സ്വന്തമായിട്ട് നമ്മൾ വർക്ക് കൊടുക്കാൻ തയ്യാറാണോ, സ്വന്തമായിട്ട് പ്ലാൻ പ്രസന്റ് ചെയ്യുന്ന സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് എന്താണെന്ന് പറയാൻ തയ്യാറാണോ, ഇതൊക്കെ പറയാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രം എന്താ മതി, നമ്മൾ അടുത്ത സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോയാൽ മതി. എന്നാൽ മാത്രമേ നമുക്ക് ടീമിനെ വിടുക. അല്ലാണ്ട് വെറുതെ നല്ലൊരു കോൺടാക്ട് ആയിരിക്കും, അവൻ നമ്മൾ പ്ലാൻ കേൾപ്പിക്കും, ഒരു ഘട്ടം കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അയാൾ എന്ത് ചെയ്യൂ, നശിച്ചു പോയാൽ പിന്നെ ഒരിക്കലും എന്തെങ്കിലും നെഗറ്റീവ് വന്നാൽ പിന്നെ ഒരിക്കലും നമുക്ക് ബിസിനസ്സിലേക്ക് കിട്ടുകയില്ല. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ടീമിനെ സെറ്റ് ചെയ്യാനുള്ള രീതി കാര്യങ്ങളിലേക്ക് നമ്മൾ മാറി അത് പ്രാപ്തരായി കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ജില്ലകളിലേക്ക് നമ്മൾ വർക്കായിട്ട് ബന്ധപ്പെട്ട് പോയിട്ട് കാര്യമുള്ളൂ. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ബ്രാഞ്ച് നമുക്ക് വ്യക്തമായ ഗോള്, വ്യക്തമായ ഡ്രീം, സ്വപ്നങ്ങളൊക്കെ ഉണ്ടാകണം. പല ആൾക്കാരും ഗോളുകളൊന്നുമില്ല, ഡ്രീമുകളില്ല. അപ്പൊ വ്യക്തമായ ഡ്രീമും ഗോളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വലിയ അച്ചീവറായിട്ട് മാറാൻ പറ്റൂ. പല ആൾക്കുള്ള പ്രശ്നം അതില്ലാത്തൊരു പ്രോബ്ലംസാണ്.
അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഇത്ര നിന്ന ടാർഗറ്റ് എനിക്ക് ഇന്ന് അച്ചീവ്മെന്റ് ആക്കി എടുക്കണം. അപ്പൊ അങ്ങനെ വ്യക്തമായ ഡ്രീം കാര്യങ്ങൾ വേണം, പിന്നെ വ്യക്തമായ ഗോൾ വേണം. ഗോളെന്ന് കൃത്യമായ ഗോൾ അയക്കണം. വെറുതെ എന്തെങ്കിലും ഒരു ഗോൾ ലീഡേഴ്സ് മീറ്റിംഗ് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഗോൾ ഞാൻ 6 മാസം കൊണ്ട് ഇന്ന് റാങ്ക് എത്തു, അല്ലെങ്കിൽ അതൊക്കെ എത്താനുള്ള ഒരു എന്ത് ചെയ്യണം, കപ്പാസിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. വ്യക്തമായി അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോൾ അയക്കണം. വെറുതെ എന്തെങ്കിലും ഗോൾ ആയിട്ട് കാര്യമില്ല. ഇപ്പൊ ചില ആൾക്കാർ മീറ്റിംഗ് പറയും, ശ്രദ്ധിച്ച് നമുക്ക് അനുഭവമാണല്ലോ. ഇപ്പൊ ഉദാഹരണം പറയാം, ഞാൻ ഇപ്പൊ ഓൾറെഡി ഇപ്പൊ അയാൾ TC ചെയ്യും, 6 മാസം കൊണ്ട് STC ആവുമെന്ന് പറയും. അതുകൊണ്ട് കാര്യമില്ല. ആ STC എങ്ങനെയാവുന്നു, ഏത് കൂടി ആവുന്നു, ഏത് കൂടി ആവുന്ന ഒരു വ്യക്തമായ ധാരണയും കൂടി നമുക്ക് ഒരു ഗോൾ വെക്കുമ്പോൾ നമുക്ക് ഉണ്ടാവണം. അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോൾ അയക്കണം. എന്തെങ്കിലും ഇപ്പൊ 6 മാസം കൊണ്ട് അല്ലെ ഒരു കൊല്ലം കൊണ്ട് ഞാൻ തുടങ്ങിയ കാര്യം, ഞാൻ ഒരു കൊല്ലം കൊണ്ട് ഞാൻ ITC എന്ന് പറഞ്ഞ കൊണ്ട് നടക്കുന്ന കാര്യമില്ല. അത് എന്ത് ചെയ്യണം, അങ്ങനെ വ്യക്തമായി ചെയ്യാൻ പറ്റുന്ന ഇതിൽ വ്യക്തമായ ഗോള് ഒരു 6 മാസം കൊണ്ടോ ഞാൻ STC വേണം, അത് സിമ്പിൾ ആയിട്ട് ചെയ്യാം. പക്ഷെ അത് എങ്ങനെ വിജയം എടുക്കുന്നുള്ള രീതിയിലേക്കുള്ള പ്രവർത്തന പ്ലാനിങ് കൂടി നമ്മളെ കയ്യിൽ വേണം. അങ്ങനെ എന്ത് ചെയ്യുക, ആ ഒരു രീതിയിലേക്കുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡ്രീമും വ്യക്തമായ ഗോളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏറ്റവും നല്ല ടീമിനെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ വ്യക്തമായ ഡ്രീമും ഗോളും നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ വലിയ അച്ചീവായിട്ട് മാറാൻ പറ്റുള്ളൂ. ആ ഒരു ഗോളിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാകുക. പരമാവധി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ലീഡേഴ്സിന് ആവശ്യമുള്ള മാത്രമല്ല, നമ്മളെ ബ്രാഞ്ച് 1 ബ്രാഞ്ച് 2 മാത്രം ഫോക്കസ് ചെയ്ത് പോവുക. നമ്മളെ ശ്രദ്ധ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മുന്നോട്ട് മാത്രം, നമ്മുടെ ടീമിൽ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ ടീമിനെ പറ്റിയോ അല്ലെങ്കിൽ മറ്റുള്ള ലീഡേഴ്സിന്റെ ടീമിനെ പറ്റിയോ മറ്റുള്ള ലീഡർമാരുടെ പ്രവർത്തനം പറ്റിയോ നമ്മൾ ഓവറായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ലീഡർമാരെ പരമാവധി ലീഡർമാരെ വർക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തുക. ലീഡർമാരെ ഉപയോഗപ്പെടുത്തുന്നത് ശരിക്കും യഥാർത്ഥ ലീഡർ. ഇപ്പൊ ലീഡർമാരെ നമ്മൾ ഉപയോഗപ്പെടുത്തുക, വേണ്ട സ്ഥലത്ത് മാത്രം, എല്ലാവരുടെയും വേണ്ടതിനും വേണ്ടാതിനും ലീഡർ ആവശ്യമുള്ള അടുത്ത് മാത്രം. അല്ലെങ്കിൽ നമുക്കൊരു ഇപ്പൊ നമ്മുടെ ടീമിൽ ഇപ്പൊ സ്ഥിരമായിട്ട് ഉദാഹരണം പറയുക, നമ്മുടെ ടീമിൽ സ്ഥിരമായിട്ട് നമ്മൾ ലീഡർ ഷാഹിർ സാറെ എന്നും വിളിച്ചോണ്ട്, ഷാഹിർ സാർ NTC റാങ്കാ. അപ്പൊ ഷാഹിർ സാറെ വേണ്ട സ്ഥലത്ത് മാത്രമേ ഉപയോഗപ്പെടുത്താവൂ. ഇപ്പൊ റഷീദ് സാറ് പിന്നെ എന്താ പറയാ, നമ്മളെ RTC റാങ്ക, ഉമ്മർ സാർ NTC റാങ്ക, അയ്യൂബ് സാർ NTC റാങ്ക. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്ന വെച്ചാൽ നമ്മൾ വേണ്ട സ്ഥലത്ത് മാത്രമേ നമ്മൾ ഉപയോഗപ്പെടുത്താവരാണ്. ആവശ്യമുള്ള സ്ഥലത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തരുത്. അവർക്കൊരു ബ്രാൻഡ് നമ്മൾ കൊടുക്കണം. അവരൊരു ബ്രാൻഡ്, NTC ഒരു ബ്രാൻഡാ, അത് നമ്മളെയും കൂടി ബ്രാൻഡാ. എന്റെ ലീഡർ NTC ആണ്, അല്ല എന്റെ ലീഡർ CTC ആണ്, എന്റെ ലീഡർ ITC എന്ന് പറഞ്ഞ ബ്രാൻഡാ. ആ ബ്രാൻഡ് എന്ത് ചെയ്യുക, നമ്മൾ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം ഉപയോഗപ്പെടുത്തുക. ലീഡർമാരെ വേണ്ട സ്ഥലം എല്ലാ സ്ഥലത്ത് പരമാവധി ചെയ്യുക. നമ്മളും നമ്മളെ ഏറ്റവും അടുത്ത ലീഡർ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ ടീമിന്റെ കൂടെ നമ്മൾ തന്നെ കൂടുതൽ ടൈം എത്താൻ തയ്യാറാകുക. നമ്മൾ കൂടെ വന്ന ആൾക്കാർ എന്ത് ചെയ്യുക, പരമാവധി വിൻ ചെയ്യിക്കാനുള്ള, പരമാവധി അച്ചീവ്മെന്റ് ഉണ്ടാക്കി എടുക്കാനുള്ള പൂർണ്ണമായ സപ്പോർട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഏറ്റവും നല്ല ടീമാക്കി മാറാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ കൂടെ വന്ന ആൾക്കാരെ നമ്മൾ പരമാവധി ഫോക്കസ് ചെയ്യുക. നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, പല ആൾക്കാർക്ക് ഈ ബിസിനസ് പറ്റുന്ന വിഷയം എന്ന് വെച്ചാൽ, പല ആൾക്കാർക്ക് ചെറിയ 1 2 റാങ്ക് എന്ന് വന്നു വെച്ചാൽ നിങ്ങൾ ഏറ്റവും നമ്മൾ എളിമയുള്ള ആൾക്കാർ മാറുക. അതാണ് പല ആൾക്കാരും റാങ്ക് ഒക്കെ തലയിൽ കയറി കഴിഞ്ഞാൽ, ഒരു റാങ്ക് ഒരു അച്ചീവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ, ആ റാങ്കിന്റെ റെക്കഗ്നേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ റാങ്ക് കഴിഞ്ഞു. ഇപ്പൊ ഞാൻ NTC ഞാൻ NTC റാങ്ക് അച്ചീവ് ചെയ്യുന്ന കാലത്ത് ഞാൻ NTC, അത് കഴിഞ്ഞാൽ എന്റെ തലയിൽ NTC റാങ്ക് വെച്ച് നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിൽ വലിയ അച്ചീവ്മെന്റ്. അത് കഴിഞ്ഞാൽ ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ തന്നെയാണ്. റാങ്കൊക്കെ എനിക്ക് ഉണ്ടാവും, പക്ഷെ ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ. റാങ്ക് എന്ന് നമ്മളൊന്ന് പരിചയപ്പെടുത്തുക, നമ്മളൊന്ന് ബ്രാൻഡ് ആക്കി, നമ്മളൊന്ന് ചില മീറ്റിങ്ങിലൊക്കെ നമ്മളൊന്ന് പരിചയപ്പെടുന്നത് മാത്രമുള്ളതാ റാങ്ക്. റാങ്കിനൊന്നും ഇവിടെ വലിയ ഇവിടെ വരുമാനത്തിന് മാത്രമേ പ്രാധാന്യമുള്ളൂ. വരുമാനം എത്ര കിട്ടുന്നത്, അതാണ് നമ്മളെ ജീവിതം മുന്നോട്ട് പോകുക, നമ്മുടെ ടീം സെറ്റായി പോകുക. ഇപ്പൊ പരമാവധി വരുമാനം ഉണ്ടാക്കുന്ന റാങ്ക് നമ്മളെന്ത് അത് കഴിഞ്ഞാൽ അത് ആ ഒരു ഈഗോ വെച്ചിട്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പരമാവധി ഇതിൽ ശ്രദ്ധിക്കാന്ന് വെച്ചാൽ ഈഗോന് വലിയ പ്രാധാന്യമുണ്ട്. ഈഗോ വന്നു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് വലിയ അച്ചീവായിട്ട് മാറാൻ പറ്റില്ല. ഇവിടെ ഏറ്റവും അനീസ് സാർ, ഞാൻ ചില മീറ്റിംഗ് അനീസ് സാർ പറഞ്ഞു, ഞാൻ ഇന്നും അനീസ് സാർ പറയുന്നത്, അനീസ് സാർ മുൻപ് പറഞ്ഞൊരു ഒരു ഉദാഹരണം ഇന്നും ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം, ഏറ്റവും നല്ല ഉദാഹരണമാണ്. നമുക്ക് അതിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. ഈഗോ റാങ്ക് വന്നു കഴിഞ്ഞാൽ തലക്കാനം വന്ന് വരുന്ന ആൾക്കാർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. നമ്മളൊരു മാവിനെ പോലെ ആകും. ഏറ്റവും നന്നായിട്ട് മാവ് നന്നായിട്ട് പൂക്കുന്ന ഒരു കാലത്തുണ്ടാവും. മാവിന്റെ ശ്രദ്ധിച്ച മാവിനെ നന്നായിട്ട് പൂത്തൊരു മാവ് നമ്മൾ വീഴ്ച നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതേപോലെ നമ്മൾ തയ്യാറായാൽ മതി. ശരിക്കും മാവ് ഇങ്ങനെ പൂത്ത് വരുന്ന ടൈമിന് മാവ് എന്ത് ചെയ്യും, മാവ് ശരിക്കും ഇങ്ങനെ കൊമ്പൊക്കെ എന്ത് ചെയ്യും, ഇങ്ങനെ കൊലച്ച് നിൽക്കും. ശരിക്കും ശ്രദ്ധിച്ച് നോക്കി അറിയാം. അത് കഴിഞ്ഞ ഒരു ഘട്ടം കഴിഞ്ഞാൽ മാവ് എന്ത് വെച്ചാൽ, ഘട്ടം കഴിഞ്ഞാൽ മാവ് ഫലം അങ്ങനെ ഉണ്ടാകുന്ന വെച്ചാൽ എന്ത് ചെയ്യും, മാവ് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പോകും. കായൊക്കെ മാങ്ങയൊക്കെ ഉണ്ടായാൽ ഉണ്ണിമാങ്ങ അടുത്ത മാങ്ങ പഴുത്ത് വരുമ്പോൾ നന്നായിട്ട് പൂത്തെറിഞ്ഞ് നന്നായി ഫലം മതി. ശരിക്കും കൊമ്പ് ഇങ്ങനെ താന്നു കൊടുക്കും. അത് താന്നു കൊടുക്കാൻ കാരണം എന്താ, മാവിനറിയാം ശരിക്കും അത് താന്നു കൊടുത്തില്ലെങ്കിൽ മാവ് ഇങ്ങനെ ബലമായിട്ട് നിൽക്കാൻ വെച്ചാൽ ശരിക്കും പൊട്ടിപ്പോകും പെട്ടെന്ന്. അപ്പൊ
അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒരു മാവിനെ പോലെ ഇങ്ങനെ ഒലഞ്ഞു കൊടുക്കുക. നമ്മളെ റാങ്ക് എത്തുമ്പോൾ നമ്മളെ അച്ചീവ്മെന്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുക, നമ്മളൊന്ന് ഒലഞ്ഞു കൊടുക്കാൻ, മറ്റുള്ളവനെ അടിയറ വെക്കുക എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, ഈഗോ അല്ലാത്ത രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകാന്ന് പറയുന്നത്. നമ്മുടെ ഈഗോ അല്ലാണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ ടീമിന് ആരെടുത്തും ലീഡർമാരെടുത്തും ടീമിലെടുത്ത് ഈഗോ അല്ലാണ്ട് എന്ത് ചെയ്യുക, നമ്മൾ പ്രവർത്തിക്കുക ഒരു ഫ്രണ്ട്സിനെ പോലെ, ഒരു ഫാമിലിയെ പോലെ, ഒരു സഹോദരനെ പോലെ, ആ ഒരു വേണ്ടപ്പെട്ട ആൾക്കാർ പോലും അങ്ങനെ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ഒരു കൂട്ടായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആ ഒരു മാവിനെ പോലെ നമ്മൾ പ്രവർത്തിക്കാൻ തീരാനാണ് നമുക്ക് നമ്മൾ ഏറ്റവും വലിയ അച്ചീവ് ആയിട്ട് മാറുമെന്ന് മനസ്സിലാക്കും. പിന്നെ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പല ആൾക്കാരും തന്നെ നിന്റെ കൂടെ കുറെ ആൾക്കാർ വന്നിരുന്നു, മൈ ലൈഫ് സ്റ്റൈൽ വിജയിക്കാൻ എല്ലാവരും ഒന്നും വിജയിക്കാനാണ്. എല്ലാവരും ഒന്നും വലിയ അച്ചീവറായിട്ട് മാറുകയില്ല. എല്ലാവരും അച്ചീവറായി മാറി ഇവിടെ ബാക്കിയുള്ള പണിയെടുക്കാൻ ആൾക്കാർ വേണ്ട ഇവിടെ. നമ്മളെ കൂടെ വരുന്ന ആൾക്കാരൊക്കെ പിന്നെ നമ്മളിപ്പം 10 ആളോട് പറയാം, അല്ല 10 ആളോ 20 ആളോട് പറയാം, ഈ 20 ആൾ നമ്മളെ കൂടെ വന്ന് ലീഡറായിട്ട് മാറുമോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പിന്നെ മറ്റുള്ള പണികൾ ഇവിടത്തെ പിന്നെ ആൾക്കാർ വേണോ, കച്ചവടം വീട്ടിൽ കച്ചവടം ചെയ്യാൻ ആൾക്കാർ വേണോ, സൂപ്പർ മാർക്കറ്റ് നിൽക്കാൻ ആൾക്കാർ വേണോ, എല്ലാവരും മൈലേജ് ചെയ്ത് പിന്നെ മറ്റൊക്കെ ചെയ്യാൻ ആരാണ്ടാകുക? അപ്പൊ ഇതിന്റെ അച്ചീവർ ആയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഒരു നേരത്തെ പറഞ്ഞ അതിനും ആ ഉദാഹരണം, ഒരു മാവിന്റെ മുകളിൽ എന്ത് ചെയ്യും, മാവ് ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാം മാങ്ങയായിട്ട് കിട്ടുന്നില്ല, പൂത്തൊക്കെ മാങ്ങയായിട്ട് കിട്ടില്ല, കുറെ കൊഴിഞ്ഞു പോകും. തുടക്കത്തിൽ കൊഴിഞ്ഞു പോകുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞ് കൊഴിഞ്ഞു പയക്കാനാകുമ്പോൾ കൊഴിഞ്ഞു വന്നിട്ട് പയത്തിന്റെ മുകളിൽ കേട് വരുന്നുണ്ട്, അങ്ങനത്തെ ചെയ്യും ഉണ്ടല്ലേ? അപ്പൊ അതേപോലെ എന്താ വെച്ചാൽ ഇങ്ങനെ കുറെ നമ്മളെ കയ്യിൽ നിന്ന് പോകും. അതൊന്നും വിചാരിച്ചിട്ടില്ലേ, നമ്മൾ പുതിയ റിക്രൂട്ട്മെന്റ് ആൾക്കാരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുക, ഇത് ഈ പറയൽ നമ്മൾ നിർത്താണ്ട് എന്നൊന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ പറയാൻ തയ്യാറായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഏറ്റവും വലിയ ഒരു അച്ചീവർ ആയിട്ട് നമുക്ക് മാറാൻ പറ്റും. അപ്പൊ സ്ഥിരമായിട്ടും അച്ചീവർ ഉണ്ടായാൽ ഞാൻ പറഞ്ഞു, ഈഗോന് പ്രത്യേകം അല്ലാണ്ട് ഈഗോ ലീഡർമാരുണ്ടായാലും ടീമിനുണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും നന്നായിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ മീറ്റിംഗ് ട്രെയിനുമായിട്ട് ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ പഠിച്ച് ഇതൊരു ആര് പറഞ്ഞാലും ഒരു പോസിറ്റീവ് മാത്രം ആൾക്കാരോട് നമ്മൾ സംസാരിക്കാൻ തയ്യാറാകുക. ഇനി എന്റെ കൂടെ പറഞ്ഞ ആൾക്കാരൊക്കെ പോയാലോ എന്ന് വിചാരിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ പേടിക്കാൻ വേണ്ട. മൈ ലൈഫിൽ ഒരു പ്രത്യേകത ഉണ്ട്. മൈ ലൈഫിൽ നമ്മൾ ഏറ്റവും നല്ല റീറ്റെയിൽ പ്രോഫിറ്റ് കൊടുക്കുന്ന കമ്പനി ആയതുകൊണ്ട് നമുക്ക് റീറ്റെയിൽ ചെയ്തുകൊണ്ട് ഇതിൽ വലിയ അച്ചീവർ ആയിട്ട് മാറാൻ പറ്റും. നിങ്ങൾക്ക് ടീമൊന്നും ഇല്ലാന്ന് കൂട്ടിക്കോളൂ, ടീം ഒന്നും ഇല്ലെങ്കിലും ഈ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ഒരു കോടികൾ ഉണ്ടാകാൻ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒന്നും വേണ്ട. ഈ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന നമ്മളെ പേസ്റ്റ് മാത്രം പറയാം, നമ്മുടെ പേസ്റ്റ് മാത്രം വിറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ലക്ഷങ്ങൾ ഉണ്ടാക്കാം. നമ്മളെ കരിയറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയായിട്ട് കൂടുതലുമായി ഒരു 5-10 വർഷം നമ്മൾ പേസ്റ്റ് മാത്രം റീറ്റെയിൽ ചെയ്യാൻ തയ്യാറാകുകയാണെങ്കിൽ അതിൽ കൂടി നിങ്ങൾ ലക്ഷങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പേസ്റ്റ് അല്ലല്ലോ, ഇഷ്ടംപോലെ പ്രോട്ടീൻ വരാൻ പോവുക. കമ്പനി കഴിഞ്ഞ NTC മീറ്റിംഗ് പോയപ്പോൾ ഞങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ 2030 1000-ഓളം പ്രൊഡക്റ്റുകൾ കമ്പനി പ്ലാൻ ചെയ്തിട്ടുണ്ട്. കമ്പനി പ്ലാൻ ചെയ്ത് നടത്തും. കമ്പനി എന്തൊക്കെ പറഞ്ഞു ഏതോ കമ്പനിയോടെ കൊണ്ടുവന്നിട്ടുണ്ട്. പൈൽസിന്റെ ക്യാപ്സ്യൂൾ വരും പറഞ്ഞ്, ഇപ്പൊ ഇനി NOC നോ ക്യാൻസർ അങ്ങനെ പല സാധനവും കമ്പനി വരുമോ പറഞ്ഞ സാധനമൊക്കെ കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. കമ്പനി പ്ലാൻ ചെയ്യുന്നത് 2030 വലിയ ഗ്രോത്താണ് പ്ലാൻ ചെയ്യുന്നത്. 2030 കമ്പനി വലിയ ഗ്രോത്തിലാണ്. അതുകൊണ്ടാണ് കമ്പനി TDF ഫണ്ടോ ZDC ലീഡർമാർക്ക് ഇപ്പൊ TDF ഫണ്ടോ കൊടുക്കുന്നത്. കമ്പനി കമ്പനിക്ക് നല്ല ലാഭം ഉണ്ട്, അതിന് ആ കമ്പനി എടുത്തിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട. കമ്പനി ലാഭം എടുത്ത് കമ്പനി പരമാവധി കമ്പനി നമുക്ക് തന്നെ തരുന്നില്ല, അല്ലെങ്കിൽ കമ്പനി TDF കൊടുത്തില്ല. എന്താ TDF എന്ന് പറഞ്ഞ ഫണ്ടിന് നിങ്ങൾ ഇത് ലോയൽറ്റി ബോണസും TDF ഫണ്ടൊക്കെ എക്സ്ട്രാ കിട്ടുന്ന നമ്മൾ മൊത്തം കിട്ടിയ വരുമാനത്തിന്റെ ഒരു 10-20% പിന്നെയും കമ്പനി ലാസ്റ്റ് എന്ത് ചെയ്യുക, ടീം ഡെവലപ്പ് ചെയ്യാൻ കൊടുക്കുക. അപ്പൊ കമ്പനി വലിയ ഗ്രോത്തിലേക്ക് അപ്പൊ വരുന്ന 2030 കമ്പനി വലിയ ഗ്രോത്തിലേക്ക് പോകും. ആ ഗ്രോത്തിലേക്ക് പോകാനുള്ള ഒരു ശക്തമായ പ്രവർത്തനവും കാര്യങ്ങളും നിങ്ങൾ ഏറ്റെടുത്ത് നടത്തണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി മീറ്റിംഗ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക. ലീഡേഴ്സ് പറയുന്നത് നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്ത് നമുക്ക് വലിയ അച്ചീവറായിട്ട് മാറാൻ പറ്റും. അപ്പൊ ഇനി അങ്ങോട്ട് ഓരോരുത്തരും എന്ത് ചെയ്യുക വെച്ചാൽ, ഞാൻ പറഞ്ഞു ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട്, ഇനി ഏതെങ്കിലും മീറ്റിംഗ് ട്രെയിനിങ് കാര്യങ്ങൾ സംസാരിക്കുക. അപ്പം ഇന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഇതേപോലെ എന്ത് ചെയ്യുക, ഇതേപോലെ പല മീറ്റിങ്ങിലും കാര്യങ്ങളും ഞാൻ പോയിരുന്ന് ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഒരുപാട് അച്ചീവ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്ന് ശരിക്കും NTC റാങ്കിൽ പ്രവർത്തിക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ വരുമ്പോൾ ഞാനൊക്കെ ഒരു തുടക്കത്തിൽ എന്റെ ലീഡർ അന്ന് ബെന്നി സാറ് ശൈലേഷ് സാറൊക്കെ വിചാരിച്ചിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഓലുണ്ടല്ലോ, ഓലങ്ങ് ചെയ്യുമല്ലോ എന്ന് ഒരു ഘട്ടമൊക്കെ ഓല് ചെയ്യും, സപ്പോർട്ടൊക്കെ ഓലിട്ടുണ്ട്. പക്ഷെ നമ്മളെ ബിസിനസ് ആയിട്ട് നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് അച്ചീവ്മെന്റ്. 2 വിദേശ രാജ്യങ്ങൾ, തായ്ലൻഡ്, ദുബായ് 2 രാജ്യങ്ങൾ ഫ്രീ ആയിട്ട് പോകാനെങ്കിൽ സാധിച്ചിട്ടുണ്ട്. തായ്ലൻഡൊക്കെ തുടക്കത്തിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ദുബായ് ഇന്റർനാഷണൽ കൺവെൻഷനാണ് ഞാൻ പങ്കെടുത്തത്. കമ്പനി ഇന്റർനാഷണൽ കൺവെൻഷൻ പങ്കെടുക്കാൻ ഷാഹിർ സാർ പങ്കെടുത്തിട്ടുണ്ട് കൺവെൻഷനിൽ. അപ്പൊ അതേപോലെ നിങ്ങൾ എന്ത് വെച്ചാൽ വിദേശ രാജ്യം കമ്പനി ടൂറോ പോകും, അതൊക്കെ അച്ചീവ് ചെയ്യാനുള്ള ശക്തമായ പ്രവർത്തനം. അങ്ങനെ 2 വിദേശ രാജ്യം അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇൻകം പ്ലാനിൽ പറയുന്ന 2,10,000 ഒരിക്കലും നമുക്ക് ആരും ഞാൻ തുടക്കത്തിൽ അംഗീകരിച്ചില്ല. പക്ഷെ ആ ഇൻകം ഞാനും ഏൺ ചെയ്തിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യമാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് 1,00,000 എടുത്ത് 2 ലക്ഷം ഒക്കെ 1,50,000 ആഴ്ചയിൽ വരുമാനമൊക്കെ ഞാൻ വാങ്ങി ആഴ്ചകളൊക്കെ ഉണ്ട്. കഴിഞ്ഞ ശേഷം 210 പ്രാവശ്യമാണ് ഒരു സാമ്പിൾ ആയിട്ട് അടിച്ചു നോക്കിയാൽ. പക്ഷെ വരുന്ന ഒരു വർഷത്തിന് ശേഷം അവിടെ നമ്മൾ ഒരു ഫുൾ എല്ലാ ആഴ്ചയും 210 വാങ്ങുന്ന രീതിയിൽ ഒരു ശക്തമായ ടീമും കാര്യങ്ങളൊക്കെ സെറ്റായി വരികയാണ്.
അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ 210 എന്റെ ബ്രാൻഡാണ്, ഞാൻ ബ്രാൻഡ് പറഞ്ഞ ബ്രാൻഡാണ്, വിദേശ രാജ്യ ഞാൻ ബ്രാൻഡാണ്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ടീം എനിക്ക്, എന്റെ സ്റ്റെപ്പ് റൂൾ റെഡിയാ. എന്റെ ബ്രാഞ്ച് വണ്ണിൽ ഞാൻ NTC ആണെങ്കിൽ ബ്രാഞ്ച് വണ്ണിൽ എനിക്ക് RTC ഉണ്ട്. ബ്രാഞ്ച് ഒരു മൊത്തം 4 RTC ലീഡർമാർ എനിക്കുണ്ട്. STC ലീഡർമാർ ബ്രാഞ്ച് വണ്ണിൽ ബ്രാഞ്ച് ടൂലുണ്ട്. ZDC ലീഡർമാരുണ്ട്, DTC ലീഡർമാരുണ്ട്, ATC ലീഡർമാരുണ്ട്, DTC ഉണ്ട്, ATC ഉണ്ട്, TC ഉണ്ട്. ഇതൊക്കെ എന്റെ സ്റ്റെപ്പ് റൂൾ റെഡിയാ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റെപ്പ് റെഡിയാ, നമ്മൾ സ്റ്റെബിലിറ്റി ചെയ്യാം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പരമാവധി എല്ലാവരും സ്റ്റെപ്പ് റൂളിന് വലിയ പ്രാധാന്യം കൊടുക്കുക. അങ്ങനെ ഏറ്റവും നല്ല സ്റ്റെപ്പ് റൂൾ ഡെവലപ്പ് ചെയ്ത് ഈ ലെവലിൽ എത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്കും ഇതേപോലെ നിങ്ങൾ പരമാവധി മീറ്റിംഗ് ട്രെയിനിങ് ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ, ഇതിൽ ഞാൻ വേറെ ഒരു വഴിയുമില്ല, ഞാൻ വേറെ ഒരു ട്രെയിനിങ് പോലും, ഞാൻ ലീഡർമാർ ട്രെയിനിങ്ങിൽ മാത്രം ചെയ്യുന്നതാണ്. ആ ട്രെയിനിൽ കൂടി മാത്രമാണ് ഇതേപോലെ എനിക്ക് സംസാരിക്കാൻ ഇതേപോലെ അച്ചീവ്മെന്റ് എടുക്കാൻ പറ്റിയത്. നിങ്ങൾ എന്ത് ചെയ്യാൽ പരമാവധി എന്ത് ചെയ്യുക, ഇതിന്റെ മീറ്റിംഗ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക. ലീഡർമാർ പറയുന്ന ഒരു പുതിയ പാത വെട്ടാതെ, സ്വന്തം പാത വെട്ടാതെ, ലീഡർമാർ പറയുന്ന പാതയെ കൂടി നിങ്ങൾ ഓരോരുത്തർക്കും സഞ്ചരിച്ച് ഏറ്റവും വലിയ അച്ചീവായിട്ട് മാറാൻ സാധിക്കട്ടെ. അതിന് ഇനിയുള്ള അങ്ങോട്ടുള്ള എല്ലാ പ്രോഗ്രാമുകളും, ഇന്നത്തെ പ്രോഗ്രാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ പ്രോഗ്രാം പങ്കെടുത്ത എല്ലാ ലീഡേഴ്സും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഇന്ന് എന്നെ ഈ ഒരു പ്രോഗ്രാമിൽ ക്ഷണിച്ച ഷാഹിർ സാറിനും ഇതിന്റെ എല്ലാ പില്ലേഴ്സ് ആയിട്ടുള്ള എല്ലാ ലീഡേഴ്സിനും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ സക്സസ്. ജയ് ഹിന്ദ്, ജയ് മനുഷ്യ മാർക്കറ്റിംഗ്. താങ്ക് യു.